Good evening to all. Welcome to Dakshina Learning's Daily News Desk. So, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന് സെലക്ട് ചെയ്ത 6 ആർട്ടിക്കിളാണ് നമ്മൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് ആർട്ടിക്കിൾ, ഇന്ത്യ ദ ബ്യൂട്ടിഫുൾ ബട്ട് ഫസ്റ്റ് ഇന്ത്യ ദ ഫങ്ഷണൽ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിളാണ്. നമ്മുടെ ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടർ, നമ്മൾ ഓഫൺ ഓവർലുക്ക് ചെയ്യുന്ന ഒരു സെക്ടറാണ്, ദാറ്റ് ഈസ് ദ ടൂറിസം സെക്ടർ. ടൂറിസം സെക്ടറിലെ കുറച്ച് പോരായ്മകളും ആൻഡ് ദ നീഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ടൂറിസം സെക്ടർ. എസ്പെഷ്യലി നമുക്ക് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റും ജോബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രോത്തും എൻഷുർ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഡെവലപ്പ് അല്ലെങ്കിൽ വി ഷുഡ് റീലോഞ്ച് അവർ ടൂറിസം സെക്ടർ. സോ ദിസ് ഇസ് റിട്ടൺ ബൈ ഡോക്ടർ ശശി തരൂർ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, ഭയങ്കര ഇൻഫോർമേഷൻസ് ഉണ്ട്. സോ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യ ദ ബ്യൂട്ടിഫുൾ, അതായത് ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ടൂറിസത്തിന്. ഇമ്മൻസ് ലാൻഡ്സ്കേപ്പ് ആണ് ഇന്ത്യയിലുള്ളത്, ഡിഫറെന്റ് വേരീഡ് ലാൻഡ്സ്കേപ്സ്, സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ്, കോസ്റ്റൽ ബീച്ചസ്, ഡെസേർട്സ് ആൻഡ് ഓൾ ആൻഡ് വാട്ട് നോട്ട്. ഇന്ത്യയിൽ എല്ലാ ടൂറിസത്തിന് വേണ്ടിയുള്ള എല്ലാ പൊട്ടൻഷ്യൽ ഇന്ത്യക്ക് ഉണ്ട്, റിച്ച് ഫ്ലോർ ആൻഡ് ഫോൺ ആൻഡ് ഓൾ, ആൻഡ് എബവ് ഓൾ ഇന്ത്യ ഈസ് ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, റൈറ്റ്? സോ ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ബട്ട് അത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല because of some structural challenges. So അത് ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ആസ് വെൽ ആസ് ഇറ്റ് പ്രൊവൈഡ് സം സൊല്യൂഷൻ. സോ നമുക്കത് ആവശ്യമുണ്ട്. എസ്പെഷ്യലി നമുക്കറിയാം ഇന്ത്യയുടെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്നുള്ള ഗോളൊക്കെ. സോ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് വേണമെങ്കിൽ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഒക്കെ വേണം. സോ ടൂറിസം ആക്ച്വലി ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സെക്ടറാണ്. സോ വി ഷുഡ് ഫോക്കസ് മോർ ഓൺ ദ ടൂറിസം. ഓക്കെ, ഈവൻ കേരള ഗവൺമെന്റ് ഈസ് ഓൾസോ ബോൾസ്റ്ററിംഗ് അബൌട്ട് ടൂറിസം, റൈറ്റ്? സോ കേരള ഗവൺമെന്റ് ടൂറിസം കൂടുതൽ ഡെവലപ്പ് ചെയ്യണം, ബിക്കോസ് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, നൗ ദ സെക്കൻഡ് ആർട്ടിക്കിൾ, ദ ന്യൂ ലോജിക് ഓഫ് ചൈനീസ് എക്കോണമി. സോ ചൈനീസ് എക്കോണമിയുടെ ഗ്രോത്ത് ട്രജക്ടറിയുടെ ഒരു ഡിഫറെന്റ് ആംഗിൾ. How China is this is written by the Chinese ambassador to India. So obviously Chinese economy-യുടെ മെറിറ്റ്സിനെ കുറിച്ചായിരിക്കും പറയുന്നത്. സോ ഇതിൽ ഇമ്പോർട്ടന്റ് എക്കണോമിക് ഫണ്ടമെന്റൽസ്, ദാറ്റ് ഈസ് നാഷണൽ ഇൻകത്തിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചൈനയുടെ ഗ്രോത്ത് സ്റ്റോറി ഡീകോഡ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു C plus G plus I plus X minus M. Consumption, C stands for consumption, growth, investment and export means import. So often Chinese economic growth export oriented ആണ് പറയാറ്. But this article suggests a different angle to that. That is how China has domestic demand. Okay. Then third article, can ED file writ petitions before the court? See, ഒരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ആണ്. ഒരുപാട് ലീഗൽ ടസിൽസ് നമുക്ക് അതിൽ കാണാം. നമ്മൾ ഇതിൽ റിട്ട് പെറ്റീഷൻസ് എന്താ നോക്കും, ടു റീകോൾ അവർ പൊളിറ്റി സ്റ്റാറ്റിക് പാർട്ട്. ദെൻ ED ഒരു ലീഗൽ എൻറ്റിറ്റി ആണോ? ഈസ് ED സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് അണ്ടർ സബ്ജുഡീസ്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ഫോർത്ത് ആർട്ടിക്കിൾ, മെച്യൂർ ആൻഡ് പ്രാഗ്മാറ്റിക്. സോ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ FTA, ദ മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ്, റൈറ്റ്? സോ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് FTA സൈൻ ചെയ്തിരിക്കുകയാണ്. സോ അതിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഇന്ത്യ സൗദി ഡീൽ. സോ ആഫ്റ്റർ ദ ഇന്ത്യ UAE ഡീൽ, സഡൻലി സൗദി ഈസ് ഓൾസോ റെഡി ഫോർ എ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആൻഡ് സോ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ സിക്സ്ത് ആർട്ടിക്കിൾ, ഗവൺമെന്റ് സ്ട്രീംലൈൻസ് ഗ്രീൻ കൺസേൺ. സോ ഒരു പ്രിലിംസ് ബൈറ്റ്. സോ ദീസ് ആർ ദ ആർട്ടിക്കിൾസ് ടുഡേ. So, the first news, India the beautiful, but first India the functional. ഈ ആർട്ടിക്കിളിൽ ഒരു ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ ആണ് ഡോക്ടർ ശശി തരൂർ പ്രസന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇന്ത്യക്ക് ഒരുപാട് നാച്ചുറലി ഗിഫ്റ്റഡ് ആയിട്ട് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, ആൻഡ് ടൂറിസം ഈസ് among one of that. So ഇന്ത്യക്ക് ഇൻഹറന്റ്ലി ഇന്ത്യ ഈസ് ബ്യൂട്ടിഫുൾ, റിച്ച് കൺട്രി വിത്ത് ലോട്ട് ഓഫ് പിക്ചറസ്ക്യൂ ലാൻഡ്സ്കേപ്സ്, ഡീപ് കൾച്ചർ, റിച്ച് ആൻഷ്യന്റ് ഹിസ്റ്ററി, ആൻഡ് ഇത്രയും പ്ലൂറലിസ്റ്റിക് ആയിട്ടൊരു കൺട്രി വേറെ ലോകത്ത് എവിടെയില്ല. ഫോർ എക്സാമ്പിൾ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പോകുമ്പോഴേക്കും നമ്മൾ ലോകത്ത് മൊത്തം കാണാത്തത്ര, ലോകം മൊത്തം കറങ്ങി നടന്നാൽ പോലും കാണാത്തത്ര ഡൈവേഴ്സിറ്റി നമുക്ക് കാണാം. ഈവൻ ഇറ്റ്സ് ദ സെയിം വെൻ വി ട്രാവൽ ഫ്രം ഗുജറാത്ത് ടു ദ നോർത്ത് ഈസ്റ്റ്, റൈറ്റ്? സോ അത്രയും ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ്, അത്രയും ഇൻഹറന്റ് നാച്ചുറൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺട്രിയാണ്. ബട്ട് ആസ് ശശി തരൂർ സേസ്, ബട്ട് ഫസ്റ്റ് ഇന്ത്യ ഷുഡ് ബി ഫങ്ഷണൽ. ഈ ബ്യൂട്ടിയെ ആക്ച്വലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം, ആക്ച്വലൈസ് ചെയ്യാൻ പറ്റണം. വേറെ ഫോറിനേഴ്സിന്റെ, ടൂറിസ്റ്റുകൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റണം. സോ ഇന്ത്യ ഷുഡ് ആക്ച്വലൈസ് ഇറ്റ്സ് ബ്യൂട്ടി, ഇറ്റ്സ് ഇൻഹറന്റ് കപ്പാസിറ്റി ഇൻ ടൂറിസം. സോ അതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്, ഹൗ ഇന്ത്യ ഷുഡ് യൂസ് ഇറ്റ്സ് അണ്ടർമൈൻഡ് അല്ലെങ്കിൽ ഓഫൺ ഓവർലുക്ഡ് അൺടാപ്ഡ് ടൂറിസം പൊട്ടൻഷ്യൽ. ഓക്കെ, സോ പ്രൈമറിലി ഈ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് പറഞ്ഞിട്ടാണ്. ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഹ്യൂജ് വാസ്റ്റ് കൺട്രിയാണ്, അത്രയും വലിയ പൊട്ടൻഷ്യൽ ഉള്ള എക്കണോമിക് സൂപ്പർ ഹൗസ് ഒക്കെയാണ്, ഒരുപാട് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ട്. എന്നിട്ട് പോലും എന്താ സംഭവിച്ചത്? 5.6 മില്യൺ ഫോറിൻ ടൂറിസ്റ്റ് ട്രാവൽസ് മാത്രമാണ് ആഗസ്റ്റ് 2025 വരെ ഇന്ത്യക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യയുടെ പകുതിയിൽ താഴെ പൊട്ടൻഷ്യൽ ഉള്ള മറ്റു രാജ്യങ്ങൾ എന്താ ചെയ്തത്?
ഇതിന്റെ ഇരട്ടി ട്രാവലേഴ്സിനെ, ഫോറിൻ ട്രാവലേഴ്സിനെ ഹോസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 11.6 മില്യൺ ആണ് തായ്ലൻഡ് ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത ഫോറിൻ ടൂറിസ്റ്റിനേക്കാളും നേരെ ഇരട്ടിയേക്കാൾ കൂടുതലാണ്. At the same time, Thailand generated a whopping $60 billion from tourism alone, where India അതിന്റെ മൂന്നിലൊന്ന് പോലും ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. So this points to a stark contrast in India's mismanaged tourism, അല്ലെങ്കിൽ അണ്ടർമൈൻ ചെയ്തിരിക്കുക. ഇന്ത്യയുടെ ടൂറിസം സെക്ടറിനെ നമ്മൾ ഇനിയും ഒരുപാട് ടാപ്പ് ഇൻ ചെയ്യാനുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പരാജയം? ടൂറിസം സെക്ടർ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് വലിയ ക്യാമ്പയിൻസ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബ്രാൻഡിങ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് ഹാർനസ് ചെയ്യാൻ പറ്റില്ല. So what are the major problems? So this article discusses 3 main problems with India's tourism sector as well as provides some solutions. So ഇതൊരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. നമ്മൾ GS3 എക്കണോമിക് ഡെവലപ്മെന്റിലും ഇൻക്ലൂസീവ് ഗ്രോത്തിലൊക്കെ എഴുതാൻ പറ്റിയ ഒരുപാട് പോയിന്റ്സ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ജോബ് ജനറേഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ടൂറിസം ആസ് എ സൊല്യൂഷൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് അൺസ്കിൽഡ് ആയിട്ട്, സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ, അൺഎംപ്ലോയ്മെന്റ് ഇതിൽ ഇന്ന് വലിയ പ്രശ്നമാണ്. സോ GS3 അൺഎംപ്ലോയ്മെന്റ് ക്വസ്റ്റ്യൻ, ജോബ്ലെസ് ഗ്രോത്ത് ക്വസ്റ്റ്യൻ, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ വി ക്യാൻ യൂസ് ടൂറിസം ആസ് എ പോയിന്റ് ഓൾസോ. ദാറ്റ് ഈസ് ടൂറിസം ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ജോബ്. ലാസ്റ്റ് പാർട്ടിൽ ഒരു വലിയ സീരിയസ് ഡിസ്കഷൻ ആയിട്ട് തന്നെ ശശി തരൂർ പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ 3 മെയിൻ പ്രോബ്ലംസ് അഫക്റ്റിംഗ് ഇന്ത്യസ് ടൂറിസം സെക്ടർ? ശശി തരൂർ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 3 ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ദ ഫസ്റ്റ് പ്രോബ്ലം ഈസ് ദ ഇമേജ് ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് ദ പെർസെപ്ഷൻ ഓഫ് ദ കൺട്രി അബ്രോഡ്. ഇന്ത്യ എന്ന രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ എങ്ങനെയാണ് കാണുന്നത്, ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അവർ എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്? നമ്മൾ റീസെന്റ് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇന്ത്യയെ കുറിച്ച് ബാഡ് പെർസെപ്ഷനിൽ പല രീതിയിൽ, അതായത് ക്ലീൻ അല്ല, അൺഹൈജീനിക് കണ്ടീഷൻ, സ്കാമേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്, ഒരുപാട് സ്കാം ചെയ്യപ്പെട്ട അനുഭവങ്ങൾ, ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഡെഫിസിറ്റ് ഉണ്ട്. സോ ഇന്ത്യ എന്ന് കേൾക്കുമ്പോഴുള്ള പെർസെപ്ഷൻ. സോ ദ ഫസ്റ്റ് പ്രോബ്ലം ഈസ് ദ ഇമേജ്. ഈവൻ ദോ ഇന്ത്യ ഈസ് എ ബ്യൂട്ടിഫുൾ country rich with a lot of culture, diversity and a lot of picturesque landscape, the perception is a problem. അതായത് ഫോറിൻ പെർസെപ്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് നെഗറ്റീവ്ലി വ്യൂഡ് പെർസെപ്ഷൻ. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ഐ, സോ ഫസ്റ്റ് ഐ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ദ ഇമേജ്, ദെൻ സെക്കൻഡ് ഐ ഈസ് ഇൻഫ്രാസ്ട്രക്ചർ. സി, ഇൻഫ്രാസ്ട്രക്ചർ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ആസ് ദിസ് ആർട്ടിക്കിൾ സേസ്, ഒരു ഫോറിൻ ട്രാവലർ ഇന്ത്യയിലേക്ക് ഒന്ന് ലാൻഡ് ചെയ്യുന്ന അപ്പം മുതൽ തുടങ്ങും അയാളുടെ ടൂറിസ്റ്റ് എക്സ്പീരിയൻസ്. ആ വന്നിറങ്ങുന്ന എയർപോർട്ടിന്റെ ഫെസിലിറ്റീസ്, ആ ഫെസിലിറ്റീസിലുപരി ആ എയർപോർട്ടിൽ ഇരിക്കുന്ന ജീവനക്കാരുടെയും ആളുകളുടെയും പെരുമാറ്റം, ഈവൻ റൂഡായിട്ടുള്ള പെരുമാറ്റം പോലും ടൂറിസ്റ്റുകളെ ഷൈ അവേ ചെയ്യാം. ബിക്കോസ് ആഫ്റ്റർ ഓൾ നമ്മൾ ഒരു പുതിയ രാജ്യത്തേക്ക് പോകുമ്പോൾ വി വിൽ ഫീൽ ഇൻസെക്യൂർ, റൈറ്റ്? സോ ആ സമയത്ത് വെൽക്കമിംഗ് ആയിട്ടുള്ള, വളരെ വാമായിട്ട് വെൽക്കം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എംപ്ലോയീസും എയർപോർട്ട് അറ്റ്മോസ്ഫിയറും ആണ് നമുക്ക് വേണ്ടത്. അതേസമയം ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ ചില സമയങ്ങളിൽ ലോങ് ക്യൂ ആയിരിക്കാം, കെയോസ് ആയിരിക്കാം, റൂഡ് ആയിട്ടുള്ള ബിഹേവിയർ, ആൻഡ് കോ പാസഞ്ചേഴ്സിന്റെ അടുത്ത് നിന്നുള്ള മോശമായിട്ടുള്ള അനുഭവം, ഫ്ലൈറ്റ് ട്രാവൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഫൈറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റുകളെ ഇവിടുന്ന് ബാഡ് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. സോ ഇൻഫ്രാസ്ട്രക്ചർ വലിയ ഇഷ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, ഹൈജീൻ, പബ്ലിക് ടോയ്ലറ്റിന്റെ പ്രശ്നം, വൃത്തിയുള്ള റെസ്റ്റ് റൂം ഇല്ലാത്തതിന്റെ പ്രശ്നം. സോ എസ്പെഷ്യലി വിമൻ ട്രാവലേഴ്സിനെ ഇത് ഒരുപാട് അഫക്ട് ചെയ്യുന്നുണ്ട്. Then the third problem is India itself. See, India, unlike any other country, is a huge country. So ആ വാസ്റ്റ്നെസ് ഒരു വലിയ പ്രശ്നമാണ്. ഇത്രയും വലിയ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, അതായത് ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്ന ഒറ്റ സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളെക്കാളും വലുതാണ് ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റിലെ പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, UK, ജർമ്മനി, ഫ്രാൻസ്, ഇവരെക്കാളും പോപ്പുലേഷൻ കൂടുതലാണ് ഉത്തർപ്രദേശ്. സോ ഇത്രയും ഹ്യൂമങ്കസ് ആയിട്ടുള്ള തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യത്തേക്ക് പെട്ടെന്ന് വിദേശികൾ വരുമ്പോൾ ഈ ഒരു അനാർക്കി, ഈ ഒരു കാവോസ്, ഇത് ചിലപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. സോ ഇന്ത്യയുടെ ആ ഷിയർ വാസ്റ്റ്നെസ് തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറാം. സോ ഈ 3 മേജർ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണ് ഇമേജിലുള്ള, പെർസെപ്ഷനുള്ള പ്രോബ്ലം എന്താ? ദാറ്റ് ഈസ് അൺസേഫ്. ഇന്ത്യയിൽ ട്രാവൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അൺസേഫ് ആണ്. ഫോർ എക്സാമ്പിൾ, ഉടുപ്പിയിൽ 2024 ഉണ്ടായ ഇതേപോലെ ന്യൂസ് വായിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നതാണ്. ഉടുപ്പിയിൽ ഉണ്ടായ ഇൻസിഡന്റ് എന്തായിരുന്നു? ഒരു ഫോറിൻ യങ് ലേഡി ഫോറിൻ ടൂറിസ്റ്റിനെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ, ഡ്രൗൺ ചെയ്യിച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. സോ അത് ഗ്ലോബലി അത് വലിയൊരു ബാഡ് പെർസെപ്ഷൻ തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കി റിഗാർഡിംഗ് ദ സേഫ്റ്റി ഓഫ് വിമൻ ട്രാവലേഴ്സ്. സോ ഇത്തരത്തിലുള്ള അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആൻഡ് റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ഉണ്ട്. ടൂറിസ്റ്റുകളെ മാത്രം നോക്കിക്കൊണ്ട് അവരെ ഈവ്ടീസ് ചെയ്യുക, അവരെ വോയറിസം ഒളിഞ്ഞു നോക്കുക, അവരെ ഫോളോ ചെയ്യുക, അവരെ ഹരാസ് ചെയ്യുക. ഇത്തരത്തിൽ ഫോറിൻ ട്രാവലേഴ്സ്, എസ്പെഷ്യലി വിമൻ ട്രാവലേഴ്സിനെ ഒരുപാട് ബാഡ് ഇൻസിഡൻസ് ഇവരെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് അഫക്ട്സ് ദ പെർസെപ്ഷൻ ഓഫ് ഇന്ത്യ. And also rising image
ലൈക്ക് ഇന്ത്യ ഈസ് ലൈക്ക് ലാൻഡ് ഓഫ് സ്കാമേഴ്സ്. ഒരുപാട് സ്കാം ടൂറിസ്റ്റുകളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടൂറിസ്റ്റുകൾക്ക് ഇന്ത്യയിലെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല. അപ്പൊ ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ്. ദേ ആർ എൻ ഈസി ടാർഗറ്റ്, റൈറ്റ്, എ സോഫ്റ്റ് ടാർഗറ്റ് ടു മാനിപ്പുലേറ്റ്. സോ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള പ്രൈസസിൽ സാധനങ്ങൾ വിൽക്കുക. ഇനി ട്രാവലേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ് ആവശ്യമില്ലാത്ത അൺസേഫ് ആയിട്ടുള്ള റൂട്ടുകളിലൂടെ ചുറ്റി കൊണ്ടുപോയിട്ട് ഹയർ ട്രാവൽ ഫെയർ കൂട്ടുക, ആൻഡ് മീറ്റർ ഓഫ് ആക്കിയിട്ടിട്ട് എക്സ്ട്രാ ചാർജ് ക്ലെയിം ചെയ്യുക, ആൻഡ് പ്രോമിസ് ചെയ്ത സർവീസ് കൊടുക്കാതിരിക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒരുപാട് സ്കാംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മേജർ ഹിൻഡ്രൻസ് ഈസ് സാനിറ്റേഷൻ. ക്ലെൻലിനെസ് ഇന്ത്യയിൽ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിലെ ട്രെയിൻ ട്രാവലൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ വളരെ മോശം സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പബ്ലിക്കിൽ വേസ്റ്റ് ലിറ്റർ ചെയ്യുക, പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാതിരിക്കുക, ഓപ്പൺ ആയിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ്സ്, അത് കാരണം ഉണ്ടാകുന്ന സ്മെൽ ആൻഡ് പോട്ട് ഹോൾസ്, ഓടകളിൽ നിന്നൊക്കെ സ്മെല്ല്, ഇതൊക്കെ ഫോറിൻ ട്രാവലേഴ്സിനെ എസ്പെഷ്യലി വളരെ ക്ലീൻ ആയിട്ട് ജീവിച്ചു വരുന്ന അവരുടെ ചില ഫോറിൻ രാജ്യങ്ങളൊക്കെ ക്ലെൻലിനെസ്സിന് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. സോ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വളരെ മോശമായിട്ട് അനുഭവിക്കുകയാണ്. സോ ദിസ് ക്രിയേറ്റ്സ് എ നെഗറ്റീവ് പെർസെപ്ഷൻ അബൌട്ട് ഇന്ത്യൻസ് ആസ് വെൽ ആസ് ഇന്ത്യ. ആൻഡ് ആഫ്റ്റർ ഓൾ, റെഡ് ടേപ്പിസം. വിസ പ്രൊസീജിയർ ഭയങ്കര കുംബ്രസമായിരിക്കുക, അതേപോലെ ഈ ഫോറിൻ ഇമിഗ്രേഷൻ റൂൾസ് എല്ലാം ഭയങ്കര ടൈറ്റൻ ചെയ്ത് ബ്യൂറോക്രാറ്റിക് റിജിഡിറ്റി കാരണം ഒരുപാട് ഇമിഗ്രേഷൻ പ്രശ്നമുണ്ട്. ആൻഡ് ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അവർ കോമ്പറ്റീറ്റേഴ്സിനെതിരെയാണ്. ഫോർ എക്സാമ്പിൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ടൂറിസം ഇപ്പോൾ ഒരു വലിയ ഫാക്ടർ ആയിട്ട് തന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ വെൻ ദി ഇമേജ് ഓഫ് ഇന്ത്യ ഇസ് കമ്പയർഡ് വിത്ത് അതർ കൗണ്ടർ പാർട്സ് ലൈക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് തായ്ലാൻഡ് ആൻഡ് അതർ സിംഗപ്പൂർ ആൻഡ് ഓൾ, they are far ahead, especially when it comes to safety. അവർ പ്രൊമോട്ട് ചെയ്യുന്നത് their tourism is safe women friendly എന്നൊക്കെ പറഞ്ഞ് വളരെ സേഫ്റ്റി ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ, ടൂറിസം ഈസ് ഓൾ അബൌട്ട് എന്റർടൈൻമെന്റ് ആൻഡ് ഫൺ, റൈറ്റ്? സോ തായ്ലാൻഡ് ഒക്കെ ഫൺ ആൻഡ് എന്റർടൈൻമെന്റിന്, റിലാക്സേഷൻ, മസാജ് ആൻഡ് ഓൾ വളരെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ക്രിയേറ്റിംഗ് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ടു ഡെവലപ്പ്. ആൻഡ് ഇന്ത്യ കമ്പാരിറ്റീവ്ലി ഇന്ത്യ താഴോട്ട് പോകുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. So these are the problems regarding India's image. ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, that is the problem with perception. So first problem is dealing with this perception. ഇന്ത്യയുടെ ഇമേജ്, അതായത് അൺസേഫ് ആണ്, അൺഹൈജീനിക് ആണ്, ഫ്രണ്ട്ലി അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സ്കാമേഴ്സ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യം ഇന്ത്യ മാറ്റിയെടുക്കണം. So the first problem is that India has to deal with is the negative perception about India's tourism. Okay. Then second comes the infrastructure deficit. ഇൻഫ്രാസ്ട്രക്ചറിലെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടൂറിസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്ക് ഒന്ന് ലാൻഡ് ചെയ്യുന്ന ആ നിമിഷം മുതൽ നോക്കി കാണുമ്പോൾ എയർപോർട്ടിന്റെ സിറ്റുവേഷൻ, എയർപോർട്ടിലെ കൗണ്ടറുകൾ, ഇമിഗ്രേഷൻ കൗണ്ടർ, എയർപോർട്ടിലെ ലോങ് ക്യൂ, ചിലപ്പോൾ ബാഗ് എടുക്കാൻ പോകുമ്പോഴുണ്ടാവുന്ന റഷ്, കെയോസ്, റൂൾ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ നടക്കാതിരിക്കുക, ഓഫൻ ഡിലേ ആയിക്കൊണ്ടിരിക്കുക, ഫ്ലൈറ്റുകളുടെ മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇറ്റ് ക്രിയേറ്റ്സ് എ ബാഡ് ഇംപ്രഷൻ. ആൻഡ് ആഫ്റ്റർ ഓൾ, ഇവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ലക്ഷറി ഹോട്ടൽസ് ഒക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണെങ്കിൽ പോലും ഈ ഹോട്ടലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ബിക്കോസ് അങ്ങനെ എത്തിപ്പെടാൻ വേണ്ടി ഇവർ ഹയർ ചെയ്യുന്ന ടാക്സി ഡ്രൈവേഴ്സ് ഇവർ ചീറ്റ് ചെയ്യാം, ചിലപ്പം പ്രോപ്പർ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടണമെന്നില്ല. ഇനി അവർ ട്രാവൽ ചെയ്ത് എത്തുമ്പോൾ തന്നെ ലക്ഷറി ഹോട്ടൽ, വളരെ വലിയ 5 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ ആയിരിക്കാം, പക്ഷേ ആ ലക്ഷറി ഹോട്ടൽ നിൽക്കുന്ന ഫ്രണ്ടിലെ റോഡ് പൊളിഞ്ഞ കുഴിയുള്ള റോഡാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് യൂസ്ഫുൾ, റൈറ്റ്? സോ അതാണ് പറഞ്ഞു വരുന്നത്. സോ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു ഡെഫിസിറ്റ് ഉണ്ട്, എസ്പെഷ്യലി ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി. ഇന്ത്യയിലേക്ക് ആളുകൾ ടൂർ വരുന്നത് തന്നെ ഇന്ത്യയിലെ ആ വില്ലേജ് ലൈഫ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആഫ്രിക്കയിലേക്ക് ജേണി കണ്ടിട്ടുണ്ട്. ആഫ്രിക്കയിലെ അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത, ഇന്ററാക്ട് ചെയ്തിട്ടില്ലാത്ത ഷൈ ആയിട്ടുള്ള ട്രൈബ്സിനൊക്കെ അവർ പോയി കാണുന്നതും അവരുമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അവരുടെ ലൈഫ് സ്റ്റൈൽ പങ്കുചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിമിലർലി ഇന്ത്യയിലും ഇങ്ങനെ ഒരുപാട് വില്ലേജ്, ഇന്ത്യയുടെ സോള് കിടക്കുന്നത് വില്ലേജിലാണെന്നാണ് മഹാത്മാ ഗാന്ധിജി പറഞ്ഞത്. സോ ആ സോള് കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ്. സോ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഇസ് എ ബിഗ് ഇഷ്യൂ. ഇത് ടൂറിസ്റ്റ് ഇഷ്യൂ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ എ ഗവേണൻസ് പ്രോബ്ലം. നമ്മൾ ഗവേണൻസിലൊക്കെ എഴുതാറുണ്ട് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഇഷ്യൂ ആണ് ഇന്ത്യയിലുള്ളത്. സിമിലർലി ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ടു ടൂറിസം സെക്ടർ ഓൾസോ. ടൂറിസ്റ്റുകൾക്കും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വളരെ കുറവാണ്. റൂറൽ ഏരിയയിലേക്ക് റോഡ് അവൈലബിലിറ്റി ഇല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ റയർലി ആണ് കിട്ടാറ്. ഓക്കെ. ആൻഡ് ഫൈനലി സാനിറ്റേഷൻ. പബ്ലിക് ടോയ്ലറ്റ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ട്രെയിനിലെ വാഷ് ബേസിൻ മുതൽ ട്രെയിനിലെ ക്ലോഗ്ഡ് ആയിട്ട് കിടക്കുന്ന ടോയ്ലറ്റ്സ്, ഇതെല്ലാം വലിയ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മേജർ പ്രോബ്ലംസ് അഫക്റ്റിംഗ് ഇന്ത്യസ് ഇൻഫ്രാസ്ട്രക്ചർ, ടൂറിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ. Then comes the third problem, the India itself. India itself, as Shashi Tharoor says, the sheer scale can overwhelm the uninitiated. ഇത്രയും വലിയ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തേക്ക് വളരെ ഓർഡറിൽ ജീവിച്ച്, വളരെ ലോൺലി ആയിട്ട്, വളരെ എന്താ പറയുക, റൂൾ ബേസ്ഡ് ആയിട്ട് ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തേക്ക്, വളരെ ക്രൗഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്സ്, വളരെ നോയ്സ്, ട്രാഫിക്. ഇന്ത്യയിലെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും റൂൾ ബേസ്ഡ് അല്ല. വളരെ തോന്നുന്ന പോലെ ഓവർടേക്ക് ചെയ്യുന്നു, ലെഫ്റ്റ് നിന്ന് ഓവർടേക്ക് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് റൂൾസ് ഫോളോ ചെയ്യുന്നില്ല, ഹെൽമെറ്റ് ഒന്നും ഇടാതെ യാത്ര ചെയ്യുന്ന ആളുകൾ. സോ ഇതെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് ഫോറിൻ രാജ്യത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം.
the crowds, noise and service culture that is not always tourist friendly. And service mentality also മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പല അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ചില സമയത്ത് വളരെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, ചില സമയത്ത് ഒട്ടും ഫ്രണ്ട്ലി അല്ലാതെ ഹരാസ് ചെയ്യുന്ന രീതിയിലും പെരുമാറാം. ഓക്കെ, so these are the problems affecting the India itself, service mentality, scammers, beggars. So ഇതെല്ലാം പോകുന്നത് erosion of trustലേക്കാണ്. ഇങ്ങനെ ടൂറിസ്റ്റ് ഒരു മോശം അനുഭവം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ he will put a review in Google or somewhere in some travel sites, right? So ഈ റിവ്യൂ അയച്ചിട്ടാണ് മറ്റു ആളുകൾ വരുന്നത്. So it again affects the perception. So these three I's are the major challenges as said by Dr. Shashi Tharoor. And apart from that, other challenges like hospitality sector. See, tourism and hospitality, ഇത് ഓഫൺ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന രണ്ട് വാക്കാണ്. സോ ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറും ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ 40% ഷോർട്ട് ഫോൾ ആണ് ഇൻ ട്രെയിൻഡ് സ്റ്റാഫ്സ്. ഫോർ എക്സാമ്പിൾ ട്രാവൽ ഗൈഡ്സ്, പ്രോപ്പറായിട്ട് ടൂറിസ്റ്റുകളോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ആളുകൾ, ഇതിന്റെയൊക്കെ സീരിയസ് ഷോർട്ട് ഫോൾ ആണ് ഇന്ത്യയിലുള്ളത്. 40% ആളുകളില്ല. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ ടൂറിസ്റ്റ് ആർ ലെഫ്റ്റ് അലോൺ ആൻഡ് ദേ ആർ ഗോയിങ് ബൈ ദംസെൽസ്, റൈറ്റ്? സോ ഇതൊക്കെയാണ് മേജർ പ്രശ്നങ്ങൾ. ആൻഡ് വിസ ഓൾസോ, ഈവൻ ദോ ഈ വിസ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇമിഗ്രേഷനിൽ ഈ വിസ കിട്ടുക എന്നുള്ളതും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവിടെയുള്ള റെഡ് ടൈപ്പിസം ആൻഡ് ഓൾ, വി ഷുഡ് ബി ഡീലിംഗ് വിത്ത് ദാറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ചലഞ്ചസ്. സോ ശശി തരൂർ ഓൾസോ സ്പീക്സ് അബൌട്ട് സം സൊല്യൂഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ആദ്യം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പെർസെപ്ഷൻ, ഇന്ത്യയെ കുറിച്ചുള്ള മറ്റാളുകളുടെ കാഴ്ചപ്പാടും ആദ്യം മാറ്റണം. ദെൻ ദ റിയാലിറ്റി, ഇത് രണ്ടും മാറ്റണം. സി, പെർസെപ്ഷനും പ്രശ്നമുണ്ട് ആൻഡ് റിയാലിറ്റിക്കും പ്രശ്നമുണ്ട്. സോ ഇത് രണ്ടും ഇന്ത്യ ഡീൽ ചെയ്യണം. ഇന്ത്യ ഷുഡ് ഡീൽ വിത്ത് ബോത്ത് ദ പെർസെപ്ഷൻ ആസ് വെൽ എസ് റിയാലിറ്റി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഈസ് എ ഹ്യൂജ് കൺട്രി. സോ ആ ഒരു രാജ്യം കാണാൻ വരുമ്പോൾ ഒരു സിംഗിൾ നറേറ്റീവ് അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നോ വൺ സൈസ് ഫിറ്റ് ഓൾ അപ്രോച്ച്. പല ആളുകൾ രാജ്യത്തെ, പല ഫോറിൻ ട്രാവലേഴ്സിന് പല ആവശ്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അനുഭവം തേടി വരുന്നവരാവാം, കൾച്ചറലായിട്ട് ഒരു പ്ലൂറൽ കൾച്ചറിനെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന കാണാൻ വരുന്ന ആളായിരിക്കും, അഡ്വഞ്ചറസ് ട്രിപ്പ് കാണുന്നവരായിരിക്കും, എന്റർടൈൻമെന്റ് ആഗ്രഹിച്ചു വരുന്നവരാവാം. സോ ഇങ്ങനെ പല രീതിയിലുള്ള പല ഓഡിയൻസ് നമ്മൾ കാറ്റർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഇന്ത്യയെ ബ്രാൻഡ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ ടാഗ് ലൈൻ അല്ല യൂസ് ചെയ്യുന്നത്. ആസ് ശശി തരൂർ ഹിംസെൽഫ് ഈസ് സേയിങ്, if I am to propose a tagline for India, I would say incredible Indias experience the infinite, not just a place to visit but a world to inhabit spiritually, culturally and emotionally. See, ഈ ഒരു ടാഗ്ലൈനിൽ ഇന്ത്യയെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്ലേസ് ടു വിസിറ്റ് ബട്ട് ഇൻഹാബിറ്റ്. ഇത് വിസിറ്റ് ചെയ്ത് പോകാൻ മാത്രമുള്ള ഒരു സ്ഥലമല്ല, അവിടെ നിങ്ങൾക്ക് താമസിക്കാം, അവിടെ ഇൻഹാബിറ്റ് ചെയ്യാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ്. ആൻഡ് ഇൻഹാബിറ്റ് എങ്ങനെയാണ്? ഒരു സിംഗിൾ ലൈനിലല്ല, സ്പിരിച്വലി, കൾച്ചറലി ആൻഡ് ഇമോഷണലി. സോ ഇന്ത്യയുടെ ആത്മാവിനെ കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇന്ത്യയെ പ്രൊമോട്ട് ചെയ്യാൻ. നോട്ട് ഇൻ എ സിംഗിൾ നറേറ്റീവ്, ഡിഫറെന്റ് നറേറ്റീവ് ഇന്ത്യ കൊടുക്കണം. ബിക്കോസ് ഇന്ത്യ ഹാസ് ദാറ്റ് പൊട്ടൻഷ്യൽ. അൺലൈക്ക് എനി അതർ കൺട്രി, ഇന്ത്യയുടെ നോർത്ത്, ഇന്ത്യയുടെ വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ആൻഡ് അതർ റീജിയൻസ്, ഇന്ത്യയിൽ ഒരുപാട് റീജിയൻ ആൻഡ് ഐലൻഡ്സ്, ദ ഹിമാലയാസ്, ദ പെനിൻസുലാസ്, ഇങ്ങനെ ഒരുപാട് പെനിൻസുലാർ റീജിയൻ, ഇങ്ങനെ ഒരുപാട് ഏരിയ ഇന്ത്യയിലുണ്ട്. സോ ഒരു സിംഗിൾ നറേറ്റീവ് ഇന്ത്യയിൽ കൊടുക്കേണ്ട കാര്യമില്ല. വി ഷുഡ് അഡോപ്റ്റ് എ മൾട്ടിപ്പിൾ സെഗ്മെന്റഡ് അപ്രോച്ച്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയെ സെഗ്മെന്റുകളായിട്ട് നമുക്ക് ബ്രാൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സ്പിരിച്വൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഇന്ത്യയെ പ്രൊമോട്ട് ചെയ്യും. ഇന്ത്യയിൽ ഒരുപാട് സ്പിരിച്വൽ ആയിട്ട് അനുഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൽഹി റീജിയനിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള സ്ഥലം, ദർഗകളുണ്ട്, സൂഫി സെയിൻസ് ഉണ്ട്, സിഖ് ഗുരൂസ് ഉണ്ട്, ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിലുണ്ട്, അങ്ങനെ ഒരുപാട് സ്പിരിച്വൽ ആയിട്ട് ഏരിയ ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ ബുദ്ധിസം, ഇന്ത്യയിൽ ഒരു റിച്ച് ബുദ്ധിസ്റ്റ് ഹെറിറ്റേജ് തന്നെയുണ്ട്. ഒരു ബുദ്ധാസ് ലൈഫിൽ അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥലം ഉത്തർപ്രദേശ് തന്നെയുണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് പ്ലേസ് ദാറ്റ് ക്യാൻ ഗിവ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ കന്യാകുമാരിയിലുണ്ട് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള റോക്ക്, അല്ലെ? അങ്ങനെ ഇന്ത്യയിൽ മെഡിറ്റേഷൻ ആൻഡ് യോഗയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കൾച്ചറൽ സ്പിരിച്വൽ എലമെന്റ്സ് ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അൺലൈക്ക് എനി അതർ കൺട്രി. ആൻഡ് ഇന്ത്യ സൂപ്പർ പവർ ദാറ്റ് ഈസ് യോഗ. ഇന്ത്യയുടെ തനതായിട്ടുള്ള ഒരു സ്പിരിച്വൽ എലമെന്റ് ആണ് യോഗ. ആൻഡ് വി പ്രൊമോട്ട് ദിസ് ടു അവർ ഇന്റർനാഷണൽ യോഗ ഡേ ആൻഡ് അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഇറ്റ്സെൽഫ് ഈസ് ആൻ അംബാസഡർ ഓഫ് ദിസ്. സോ യോഗ ഇന്ത്യയുടെ ഒരു വലിയ എലമെന്റ് ആണ്. സോ ഇന്ത്യ എന്ത് ചെയ്യണം? അതിന്റെയൊക്കെ ക്യാപിറ്റൽ സെന്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഋഷികേശ്, അങ്ങനെ പല സ്ഥലങ്ങളും യോഗയുടെ ക്യാപിറ്റലൊക്കെ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുക. സോ സ്പിരിച്വൽ ഇന്ത്യ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇന്ത്യയെ ബ്രാൻഡ് ചെയ്യാം. ദെൻ കംസ് അഡ്വഞ്ചർ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് അഡ്വഞ്ചർ സ്പോർട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബംഗി ജമ്പ്, സ്കീയിങ്, ഹിമാലയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്കീയിങ് ഓപ്പർച്യൂണിറ്റി, ബംഗി ജമ്പിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്, ഹൈ സ്പീഡ് റിവേഴ്സിൽ ഹിമാലയാസിന് കുത്തി ഒലിച്ചിരുന്ന റിവറിൽ ഹൈ സ്പീഡ് റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. സോ അഡ്വഞ്ചറും ഇന്ത്യക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ആൻഡ് ലക്ഷറി ഓൾസോ, ഒരുപാട് ലക്ഷൂറിയസ് സ്റ്റേസ് ഇന്ത്യയിലുണ്ട്, 5-star റേറ്റിംഗിലെ ഹോട്ടൽസ് ആൻഡ് താജ് ഹോട്ടൽസ്, അങ്ങനെ പല രീതിയിലുള്ള ലക്ഷൂറിയസ് വിസിറ്റ്സും ഇന്ത്യയിൽ പോസിബിൾ ആണ്. സോ മൾട്ടിപ്പിൾ ഓഡിയൻസിനെ കാറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യനെ നമ്മൾ ബ്രാൻഡ് ചെയ്യണം. And also we should promote well-defined circuits. For example, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ സർക്യൂട്ട് കണക്ടിങ് ഡൽഹി, ആഗ്ര ആൻഡ് ജയ്പൂർ. സോ ഇത്തരത്തിൽ വെൽ ഡിഫൈൻഡ് നമ്മൾ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഒരു ടൂറിസ്റ്റിന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആങ്സൈറ്റി ഇല്ല, ഡിലേയും ഇല്ല, പ്രോപ്പർ ആയിട്ട് ആ സർക്യൂട്ട് ട്രാവൽ ചെയ്ത് ഇന്ത്യയെ വളരെ എഫിഷ്യന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റണം. സോ വെൽ ഡിഫൈൻഡ് സർക്യൂട്ട്സ് ലൈക്ക് ഗോൾഡൻ ട്രയാങ്കിൾ, ഹിമാലയൻ ട്രയൽ, ഹിമാലയയിലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിമാലയൻ ട്രെയിൽസിലൂടെയുള്ള ട്രക്കിംഗ് കണക്ടിങ് ഷിംല ആൻഡ് അതർ ഹിൽ റേഞ്ചസ്.
And coastal belts. So ഇന്ത്യക്ക് ഒരു ലോങ് കോസ്റ്റ് ലൈൻ ഉണ്ട്. Even the ocean itself is named after India due to its strategic location, right? So ആ strategic coastal location ഇന്ത്യ ടാപ്പ് ഇൻ ചെയ്യണം. ഒരുപാട് കോസ്റ്റൽ സ്റ്റേറ്റ്സ്, കോസ്റ്റൽ ബീച്ചസ് ആൻഡ് കേരളത്തിൽ ഒരുപാട് കോസ്റ്റൽ ഏരിയ ആണ്. നമ്മുടെ ആലപ്പി, എറണാകുളം, കുമരകം, ആലപ്പി ബാക്ക് വാട്ടേഴ്സ് ഒക്കെ വേൾഡ് ഫേമസ് ആണ്. സോ ഈ കോസ്റ്റൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും ഇന്ത്യ, ബീച്ചസ്, ഗോവ ആൻഡ് ഓൾ, ഇന്ത്യ ഇതും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒഡീഷയൊക്കെ ഇപ്പോൾ ഒരു എമേർജിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്, ഒരുപാട് നാഷണൽ പാർക്സ് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് കൾച്ചറൽ എലമെന്റ് ഉണ്ട്. സോ ഇന്ത്യക്ക് പ്രൊമോട്ട് ചെയ്യാൻ വളരെ ഡിഫറെന്റ് ആയിട്ട് ഇന്ത്യയെ തന്നെ റീബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റീബ്രാൻഡ് ഇറ്റ്സെൽഫ്. ഓക്കെ, റീബ്രാൻഡ് ആൻഡ് റീലോഞ്ച്. ദിസ് ഇസ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് പെർസെപ്ഷൻ. ആ ഇന്ത്യയിലെ പെർസെപ്ഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റീബ്രാൻഡ് ചെയ്യാം, റീലോഞ്ച് ചെയ്യാം. Then comes infrastructure. Infrastructure നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബൂസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കപ്പാസിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, ഗവൺമെന്റിന് മാത്രം ഇന്ത്യ പോലെ വാസ്റ്റ് കൺട്രിയിൽ ഫുള്ളി എൻഗേജ് ചെയ്യാൻ പറ്റില്ല. സോ വി ഷുഡ് ടാപ്പ് ഇൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഓൾസോ. യൂസ് PPP മോഡ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ. ഫോർ എക്സാമ്പിൾ അഡോപ്റ്റ് എ ഹെറിറ്റേജ് സ്കീം. മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ASI അങ്ങനെ 3 എൻറ്റിറ്റീസ് കൂടി നടത്തുന്ന പ്രോഗ്രാമാണ് അഡോപ്റ്റ് എ ഹെറിറ്റേജ്. സോ CSR ആക്ടിവിറ്റീസിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഒരു ഹെറിറ്റേജ് സൈറ്റിനെ അഡോപ്റ്റ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ മോഡൽ ഡെവലപ്മെന്റ് നടത്താൻ പറ്റും. സോ ഇറ്റ് ക്യാൻ എൻഹാൻസ് ടൂറിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ മ്യൂസിയംസിനൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഹെറിറ്റേജ് സൈറ്റിനൊക്കെ ഒരു കോർപ്പറേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഓഫ് ദാറ്റ് പ്ലേസ്. ആൻഡ് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു നാഷൻ വൈഡ് സ്വച്ഛ് ഭാരത് അഭിയാൻ ക്യാമ്പയിൻ ഉണ്ട്. സിമിലർലി ക്ലീൻ ടൂറിസത്തിനും നമുക്ക് ഈ സാധനം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം. ടൂറിസ്റ്റുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലീൻ പബ്ലിക് ടോയ്ലറ്റ്സ്, ക്ലീൻ റെസ്റ്റ് റൂംസ്, ഇതെല്ലാം ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റണം. ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി ആക്സസിബിൾ ആക്കണം. എക്സാമ്പിൾ ഫോറിൻ ട്രാവലേഴ്സിനൊക്കെ വരുമ്പോൾ ഡിജിറ്റലൈസ്ഡ് ആക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു ആക്സസ് ദാറ്റ്. ഓക്കെ, ദെൻ ഫൈനലി എന്ത് ചെയ്യുക? പ്രയോറിറ്റൈസ് സേഫ്റ്റി. Safety is of utmost importance because ഈ സേഫ്റ്റി ഇല്ലെങ്കിൽ nobody would prefer to travel in India. So women നമ്മൾ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുക്കണം. എസ്പെഷ്യലി they are the most affected. So women travelers especially safety enhance ചെയ്യേണ്ടതുണ്ട്. For that we should improve the tourist security forces. So tourist regionിലൊക്കെ സ്പെസിഫിക് ആയിട്ട് പോലീസ് ഫോഴ്സസ് തന്നെ ഡിപ്ലോയ് ചെയ്യുക ആൻഡ് വിമൻ ഓഫീസേഴ്സിനെ കൂടുതൽ റിക്രൂട്ട് ചെയ്യുക ആൻഡ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പോലെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, and then comes training and skill development. As I said, ഇന്ത്യക്ക് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഒരു 40% ഹ്യൂമൻ റിസോഴ്സ് ഷോർട്ടേജ് ഉണ്ട്. സോ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കണം. എസ്പെഷ്യലി മൾട്ടിലിംഗ്വൽ സ്പീക്കിംഗ് കപ്പാസിറ്റി കൊടുക്കുക, ഡിഫറെന്റ് ലാംഗ്വേജസിൽ എക്സ്പോഷർ കൊടുക്കുക. സോ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണം, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കണം, പ്രൊഫഷണലിസം ഇൻവോക്ക് ചെയ്യണം. സോ ഈ 5-star ഹോട്ടലിൽ മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ വേണ്ടത്. വി നീഡ് ദിസ് ഫ്രം ദ ലോക്കൽ ലെവൽ ഇറ്റ്സെൽഫ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇന്ത്യയിലെ കേരളത്തിലെ ഫേമസ് മൂവി കുമ്പളങ്ങി നൈറ്റ്സ്, അതിൽ ഇതേപോലെ ഒരു ഫോറിൻ ട്രാവലർ വരുന്നുണ്ട് ശ്രീനാഥ് ബാസിയുടെ കൂടെ. സോ അവർ ഒരു ഹോം സ്റ്റേയിൽ, ഒരു ലോക്കൽ ഹോം സ്റ്റേയിൽ നിൽക്കുന്ന സമയത്ത് ഷമിയുടെ ക്യാരക്ടർ പോയിട്ട് അവിടെ ഒളിഞ്ഞു നോക്കുന്നു, സദാചാര പോലീസിംഗ് നടത്തുന്നു. സോ ഇത്തരത്തിലെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് ഉണ്ട്. ദിസ് ഈസ് ക്രിയേറ്റിംഗ് മച്ച് ഹെഡേക്ക് ടു ദ ഫോറിൻ ട്രാവൽ. സോ അവർ ഡിഫറെന്റ് കൾച്ചറിൽ വരുന്ന ആളുകളാണ്. അവരുടെ വസ്ത്രധാരണ, അവരുടെ പല രീതികളും വ്യത്യാസം ഉണ്ടാവും. സോ അതൊക്കെ അഡോപ്റ്റ് ചെയ്യാനും അതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോക്കൽ ഹോം സ്റ്റേസിലും ലോക്കൽ ടൂറിസ്റ്റ് ഗൈഡ്സിനെയും നമ്മൾ സെൻസിറ്റൈസ് ചെയ്യണം. സോ പ്രൊഫഷണലിസം ഇൻവോക്ക് ചെയ്യാം. സോ 5-star ഹോട്ടലുകളിൽ മാത്രമല്ല ലോക്കൽ ഹോം സ്റ്റേയിലും ഇത് നമ്മൾ കൊണ്ടുവരണം. ആൻഡ് ആഫ്റ്റർ ഓൾ എന്ത് ചെയ്യുക? സസ്റ്റൈനബിലിറ്റി കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് ടൂറിസം ഒക്കെ നമ്മൾ ലാർജ് സ്കെയിലിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൾച്ചറലിയും എൻവയോൺമെന്റലിയും അത് ഇന്ത്യക്ക് ഒരു കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യരുത്. ഇറ്റ് ഷുഡ് പ്രിസർവ് ഇന്ത്യസ് റിച്ച് കൾച്ചർ ആസ് വെൽ ആസ് എൻവയോൺമെന്റ്. Then streamline visa process and efficiently and make the process much more efficient, the visa process and the immigration process. And after all, this is important discussion ആണ്, the final discussion, that is economic opportunity and the strategic imperative. See, tourism just നമ്മൾ എന്താ ഒരു സിമ്പിൾ കാര്യമായിട്ട് കാണാതെ it has much more implication, especially it should be a national priority. ബിക്കോസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ റുപ്പിക്കും മാനുഫാക്ചറിംഗ് സെക്ടറിനേക്കാളും കൂടുതൽ ലേബർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ടൂറിസം സെക്ടർ ഈസ് എ ലേബർ ഇന്റൻസീവ് സെക്ടർ. നമുക്കറിയാം മാനുഫാക്ചറിംഗ് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബൈ ഡിസൈൻ ഇറ്റ് ഇസ് ലേബർ ഇന്റൻസീവ്, റൈറ്റ്? സിമിലർലി ടൂറിസം സെക്ടറും അതിനേക്കാൾ അല്ലെങ്കിൽ അതിന് അത്ര തന്നെ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വെൻ ഇന്ത്യ ഈസ് ഫേസിംഗ് അൺഎംപ്ലോയ്മെന്റ്, ഡേ ബൈ ഡേ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുമ്പോൾ ദിസ് ടൂറിസം ക്യാൻ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. GS3 ജോബ്ലെസ് ഗ്രോത്തിന്റെയും അൺഎംപ്ലോയ്മെന്റിന്റെയും പോയിന്റർ ആയിട്ട് നമുക്ക് ഇനി ടൂറിസം ആസ് ആൻ ആൾട്ടർനേറ്റീവ് കൊടുക്കാം. എസ്പെഷ്യലി അൺസ്കിൽഡും സെമി സ്കിൽഡും ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ടൂറിസം കൊടുക്കുന്നത്. So if India want to tap in its demographic dividend by 2050, tourism is an alternative. Tourism നമ്മൾ എന്തായാലും എൻഡോഴ്സ് ചെയ്തേ പറ്റൂ. Okay, and we have seen that എങ്ങനെയാണ് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് നേപ്പാൾ ആസ് വെൽ ശ്രീലങ്ക ആൻഡ് ബംഗ്ലാദേശ് ഒക്കെ ഒരു ഗവൺമെന്റിന് ആന്റി ഇൻകംബൻസി വേവിനെ ക്രിയേറ്റ് ചെയ്തു. സോ അതിന് ഒരു സ്ട്രാറ്റജിക് പ്രോബ്ലമായിട്ട് മാറാം യൂത്ത് അൺഎംപ്ലോയ്മെന്റ്. സോ ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ പോകുന്ന ഒരു കൂട്ടരാണ് യൂത്ത് എംപ്ലോയ്മെന്റ്. എസ്പെഷ്യലി നമുക്കിപ്പോൾ കാണാം ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, ടൂറിസ്റ്റ് പാക്കേജസ് കൊടുക്കുന്നത്, ടൂറിസ്റ്റ് ട്രാവൽസ് കൊടുക്കുന്നത്.
So India should consider this as a national priority. Also, it gives huge economic opportunity and is a strategic imperative. And finally, ഈ ആർട്ടിക്കിൾ ഡോക്ടർ ശശി തരൂർ എൻഡ് ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ടാഗ് ലൈൻ ആണ്. India has the history of Egypt, the natural beauty of New Zealand, and the cultural depth of a continent. But until we address the fundamentals, image, infrastructure, and experience, it is still an unmet promise. So എന്താണ് ഇന്ത്യക്ക് ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട്. ഈജിപ്ത് നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ ഏറ്റവും പഴക്കമുള്ള സിവിലൈസേഷൻ ആണ്. സോ അന്ന് മുതലുള്ള ഹിസ്റ്ററി ഇന്ത്യക്ക് പറയാനുണ്ട് ഫോർ ദ ടൂറിസ്റ്റ് ട്രാവലേഴ്സ്. ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ന്യൂസിലൻഡ്. സി ഇന്ത്യക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. എന്താണ് സ്നോ ക്ലാഡ് മൗണ്ടൻസ്, ഹ്യൂജ് എന്താണ് ഏറ്റവും വലിയ ഹിമാലയ പർവ്വതങ്ങൾ ഇന്ത്യയിലുണ്ട്, പലതരത്തിലുള്ള വാലീസ് ഇന്ത്യയിലുണ്ട്, ഡെസേർട്സ് ഉണ്ട് ഇന്ത്യയിൽ, കോസ്റ്റൽ റീജിയൻസ് ഉണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിൽ കാണാൻ ഒരുപാട് നാഷണൽ പാർക്സ് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. എവിടെയും ഇല്ലാത്ത ഫ്ലോറ ആൻഡ് ഫോണ ഇന്ത്യയിലുണ്ട്. ഒരുപാട് ട്രൈബൽ കൾച്ചേഴ്സ് ഇന്ത്യയിലുണ്ട്, ഡിഫറെന്റ് കൾച്ചേഴ്സ്. സോ ഇന്ത്യ ഹാസ് എ ഹ്യൂജ് റിച്ച് ഹിസ്റ്ററി ഓഫ് ഈജിപ്ത്. Similar, India has history of Egypt, the natural beauty of New Zealand, and the cultural depth of a continent. As I said, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഒറ്റ സംസ്ഥാനത്ത് യൂറോപ്പിലെ പല രാജ്യങ്ങളെക്കാളും പോപ്പുലേഷൻ ആണ്. സോ ഇന്ത്യയുടെ കൾച്ചറൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അൺഇമാജിനബിൾ ആണ്. സോ പക്ഷേ ഇതെല്ലാം ആക്ച്വലൈസ് ചെയ്യണമെങ്കിൽ ആസ് ഇന്ത്യ ഈസ് ബ്യൂട്ടിഫുൾ, ബട്ട് ഫസ്റ്റ് ഇന്ത്യ ദ ഫങ്ഷണൽ. ഇന്ത്യയിൽ ഒരുപാട് ഫങ്ഷണൽ, ഫോർ എക്സാമ്പിൾ ടൂറിസം സെക്ടർ ബ്യൂട്ടിഫുൾ ആണ്, ബട്ട് it should be functional also. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം into a reality. So this is the whole discussion. It was a exhaustive discussion because ശശി തരൂരിന്റെ ആർട്ടിക്കിൾ കോംപ്രഹെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും, വളരെ ടഫ് ആയിട്ടുള്ള ലാംഗ്വേജ് ഫ്രേസിംഗ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ദ ഡിസ്കഷൻ. ഓക്കെ, ഇന്നത്തെ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ ന്യൂ ലോജിക് ഓഫ് ചൈനീസ് എക്കണോമി. സി നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിസ് തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ചൈനയുടെ ഗ്രോത്ത് മോഡൽ. എസ്പെഷ്യലി ചൈനയുടെ ഗ്രോത്ത് മോഡലുള്ള കുറച്ച് ഡീമെറിറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു, എസ്പെഷ്യലി ബൈ റീകോളിംഗ് ദ ബേസിക്സ് ഓഫ് എക്കണോമി. ദാറ്റ് ഈസ്, നമുക്കറിയാം ഏതൊരു എക്കണോമിയുടെയും നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ലൈക്ക് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു C plus G plus I plus export minus import. So this is the simple equation connecting national income and various factors. So national income നമുക്ക് എന്ത് വിളിക്കാം? National income is the sum of consumption, government expenditure, investment and the export minus import differential. സോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം പറയുന്നത്. സോ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയബിൾസിൽ ഏതെങ്കിലും ഫാക്ടർ ഇൻക്രീസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ കൺസംഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്താൽ നാഷണൽ ഇൻകം കൂടും. ആൻഡ് നമുക്കറിയാം ക്രൈസിസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? COVID-19 ഒക്കെ വന്നപ്പോൾ ഗവൺമെന്റ് ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തി. എന്തിനാണ്? ടു പ്രൊവൈഡ് എ ഫിസ്ക്കൽ സ്റ്റിമുലസ്. ദാറ്റ് ഈസ് ജി കൂടിയാലും നാഷണൽ ഇൻകം കൂടും. ദാറ്റ് ഈസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ആൻഡ് തേർഡ്ലി ഇൻവെസ്റ്റ്മെന്റ് കൂടിയാലും ലൈക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ ഒക്കെ കൂടിയാലും ഇറ്റ് ക്യാൻ എൻഹാൻസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇറ്റ് ഹാസ് മൾട്ടിപ്ലയർ എഫക്ട് ടു. ഇൻവെസ്റ്റ്മെന്റ് കൂടി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് ആൻഡ് ഓൾസോ ഇറ്റ് ലീഡ്സ് ടു എക്കണോമിക് ഗ്രോത്ത്. ആൻഡ് ഫൈനലി എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. എക്സ്പോർട്ട് വല്ലാണ്ട് കൂട്ടിയാലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. സോ ഈ നാഷണൽ ഇൻകത്തിന്റെ ഈ വേരിയബിൾ മനസ്സിലായെങ്കിൽ ഈ ആർട്ടിക്കിളിൽ നമുക്ക് ഫുൾ ഇൻസൈറ്റ്സ് കിട്ടുള്ളൂ. സോ ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഡിസ്പൈറ്റ് ഒരുപാട് എക്കണോമിക് ഗ്ലോബൽ ഹെഡ്വിൻസ്, നമുക്കറിയാം ഗ്ലോബൽ താരിഫ് വാർ, ഒരുപാട് അൺസർട്ടൈനിറ്റി, റഷ്യ ഉക്രൈൻ വാർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചൈന സംഹൗ മാനേജ് ടു ഗ്രോ. ചൈന ഹാസ് ഷോഡ് റിമാർക്കബിൾ റെസിലിയൻസ് ആൻഡ് എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 2 ഡെക്കേഡിൽ ചൈന റിമാർക്കബിൾ ഗ്രോത്ത് സ്റ്റോറിയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് സ്റ്റിൽ ഇറ്റ്സ് കണ്ടിന്യൂയിങ് സിമിലർലി. സോ ചൈനയുടെ ഗ്രോത്ത് ഇപ്പം $20 trillion എത്തിയിരിക്കുകയാണ് 2025 വിത്ത് ഇൻക്രീസ് ഇൻ ഇയർ ഓൺ ഇയർ ഇൻക്രീസ് 5% ആണ്. ഇറ്റ്സ് എ റിമാർക്കബിൾ ഗ്രോത്ത് വിത്ത് എ ഹ്യൂജ് വിത്ത് ദാറ്റ് സൈസ് ഓഫ് എൻ എക്കോണമി. സോ ഒരു വലിയ ഗ്രോത്ത് സ്റ്റോറി തന്നെയാണ് ചൈന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, വാട്ട് ഈസ് ഡ്രൈവിംഗ് ചൈനാസ് എക്കണോമിക് ഗ്രോത്ത്? സോ ചൈനയുടെ ഈ ഹ്യൂമംഗസ് ഗ്രോത്ത് എങ്ങനെയാണ് ചൈന ഉറപ്പുവരുന്നത്? സോ ആസ് ഐ സെഡ്, നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്, കൺസംഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ചൈനയിലെ ഗ്രോത്ത് മോഡലിൽ ഇപ്പൊ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു വലിയ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ചൈനയ്ക്ക് ഹ്യൂജ് ഡൊമസ്റ്റിക് കപ്പാസിറ്റിയാണ് ഫോർ പ്രൊഡക്ഷൻ. സോ ദിസ് മേ ലീഡ് ടു എ സിറ്റുവേഷൻ കോൾഡ് ഓവർ കപ്പാസിറ്റി. സോ ചൈന ഈ ഓവർ കപ്പാസിറ്റിയിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യാണ്? അത് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. ബിക്കോസ് ഡൊമസ്റ്റിക് ഡിമാൻഡിന് കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചൈന പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി എക്സ്പോർട്ടിംഗ് ദാറ്റ്, അതർവൈസ് ആ എക്കണോമിക് മോഡൽ കൊളാപ്സ് ആവും. സോ ചൈനയ്ക്ക് എക്സ്പോർട്ട് ഓറിയന്റഡ് ഗ്രോത്ത് മോഡൽ വാസ് ഇന്നെവിറ്റബിൾ. സോ അതുകൊണ്ടാണ് USA റെസിപ്രോക്കൽ താരിഫ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത രാജ്യമായിട്ട് ചൈന മാറിയതും ചൈന ഒരുപാട് ഡെലിബറേഷൻ എഫേർട്സ് ഒക്കെ നടത്താൻ പ്രേരിപ്പിച്ചതും.
because China's export oriented growth model. ബട്ട് ഈ ആർട്ടിക്കിളിൽ ഈ ഒരു കാര്യത്തിന് നേരെ വിപരീതമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ചൈന വെറും ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ഗ്രോത്ത് മോഡൽ മാത്രമല്ല, വി ഹാവ് എ റോബസ്റ്റ് ഡൊമസ്റ്റിക് കൺസംഷൻ റേറ്റ്. ഞാൻ തന്നെ ഈ ഡെയിലി ന്യൂസ് അനാലിസിസിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ചൈനയുടെ എക്കണോമിയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു വീക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡ് ചൈനയെ ഗ്രോത്ത് ഹെർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്പയറിംഗ് ടു അതർ കൺട്രീസ് ചൈനയിലെ ഡൊമസ്റ്റിക് പ്രൈസസ് എല്ലാം വളരെ കുറവാണ്. ഡേ ബൈ ഡേ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന എമൗണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. സോ ദിസ് ഈസ് പോയിന്റിംഗ് ടു ചൈനാസ് എക്കണോമിക് സ്ലോ ഡൗൺ എന്നുള്ള രീതിയിലേക്ക് ഡിസ്കഷൻ വന്നിരുന്നു. ബട്ട് ദിസ് ആർട്ടിക്കിൾ ഇസ് റിട്ടൺ ബൈ ദ ചൈനീസ് അംബാസഡർ ടു ഇന്ത്യ. സോ എന്താണ് ഇതിനെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് ഓഫ് കോഴ്സ് അവതരിപ്പിക്കുക. ബട്ട് നമ്മൾ ഇതിന് കുറച്ച് എക്കണോമിയുടെ മാക്രോ എക്കണോമിക് ഫണ്ടമെന്റൽസ് മനസ്സിലാക്കുകയാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് സം ഇൻസൈറ്റ്സ്. ഓൾസോ ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ ആസ് വെൽ. ബിക്കോസ് ചൈന ഇൻ ഇന്ത്യയാണ് ദ ന്യൂ ലോജിക് ഓഫ് ചൈനീസ് എക്കണോമി. അതായത് ദേ ആർ നോട്ട് ഓൺലി ഫോക്കസിംഗ് ഓൺ എക്സ്പോർട്ട് ഓറിയന്റഡ് മോഡൽ ബട്ട് എൻഹാൻസിംഗ് ഡൊമസ്റ്റിക് കൺസംഷൻ. സോ ഡൊമസ്റ്റിക് കൺസംഷൻ എൻഹാൻസ് ചെയ്യാണ്. സോ ഈ ഓർഡർ പറയുന്നത് തന്നെ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഇസ് ദ പ്രൈമറി ഗ്രോത്ത് എഞ്ചിൻ ഓഫ് ചൈനാസ് ഗ്രോത്ത്. സോ വെസ്റ്റേൺ എക്കണോമിസ്റ്റുകളോ വെസ്റ്റേൺ നറേറ്റീവോ പറയുന്നത് പോലെയല്ല, ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്. ഇറ്റ് ഈസ് ദ പ്രൈമറി ഗ്രോത്ത് എഞ്ചിൻ. So അത് substantiate ചെയ്യാൻ വേണ്ടി the author is using some arguments. That is 52% of consumption, 52% of the economic growth was provided by domestic consumption. See, ഇന്ത്യയിലും ഇപ്പം ഞാൻ ഈ നാഷണൽ ഇൻകത്തിന് ഇക്വേഷൻ പറഞ്ഞു, ഇന്ത്യയുടെ ഗ്രോത്ത് മോഡൽ ചൈനയോട് കമ്പയർ ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ്. ഇന്ത്യ ഒരു കൺസംഷൻ ഓറിയന്റഡ് എക്കണോമിയാണ്. നമുക്ക് 60% കൂടുതൽ കൺസംഷൻ ഉണ്ട്. സോ ഇന്ത്യ വലിയ ക്രൈസിസ് വരുമ്പോഴും ഇന്ത്യ അത്ര പ്രശ്നം വരാത്ത എന്താണെന്ന് വെച്ചാൽ വി ഹാവ് റോബസ്റ്റ് ഡൊമസ്റ്റിക് ഡിമാൻഡ്. എസ്പെഷ്യലി നമുക്ക് യങ് കാറ്റഗറിയിൽ ഡെമോഗ്രാഫിക് ഡിവിഡന്റെ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ കൂടുതലുണ്ട്. എസ്പെഷ്യലി യൂത്ത് കൂടുതലുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഡൊമസ്റ്റിക് കൺസംഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇന്ത്യ ഇങ്ങനെ ഗ്രോ ചെയ്തു പോകുന്നത്. ബട്ട് ചൈന അങ്ങനെയല്ല. ചൈനയ്ക്ക് ഡൊമസ്റ്റിക് കൺസംഷൻ ഉണ്ടെങ്കിൽ പോലും 32% കൂടുതൽ എക്സ്പോർട്ട് ഓറിയന്റഡ് ഗ്രോത്ത് ഉണ്ട്. സോ ചൈനയ്ക്ക് എക്സ്പോർട്ട് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് എക്കണോമിയിൽ. സോ കമ്മിങ് ബാക്ക് ടു ദ ഡിസ്കഷൻ, Chinese ambassador claim ചെയ്യുന്നത് domestic expenditure consumption, final domestic consumption expenditure is not low. We have 52% and it's robustly increasing. And ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസഫിഷ്യന്റ് കൺസംഷന്റെ ആർഗ്യുമെന്റ്, ദാറ്റ് ഈസ് ചൈനയിൽ എന്തോ പ്രൈസസ് എല്ലാം കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്, റിയൽ എസ്റ്റേറ്റിന് മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല. ചൈനയിൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി മറ്റ് രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ബട്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വി ആർ എഫിഷ്യന്റ്ലി പ്രൊഡ്യൂസിങ്. ഞങ്ങൾ എഫിഷ്യന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. Price of Chinese goods are significantly lower than, in fact, measured by international accepted standards of physical consumption. Internationally, അതായത് ചൈനയുടെ വീക്ക് കൺസംഷനെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓദർ പറയുന്നത് ഇന്റർനാഷണലി അക്രെഡിറ്റ് ചെയ്തിട്ടുള്ള മെട്രിക്സ് വെച്ച് നോക്കുമ്പോൾ ചൈനയിലെ ഒരു ആവറേജ് ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നത് 1.28 മൊബൈൽ ഫോൺസ് ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്ലോബൽ ആവറേജ്. And daily protein intake is 124.6 gram, which is greater than USA and Japan. So where is the weak demand argument? So he's simply refuting using some statistics as well. Then average annual vegetable consumption is 109.8 kilograms, which is higher than the world average. So in all these metrics, he is trying to prove that China has a robust domestic consumption, like a domestic demand. When it comes to exports of goods and services, China in the last year has shown സ്ട്രോങ് റെസിലിയൻസ്. ബിക്കോസ് കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷം നമ്മൾ എക്കണോമിക് ഗ്ലോബലി ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്കൽ ഓർഡറിൽ വലിയ വലിയ യു ടേണുകളും കണ്ടു, റാപ്പിഡ് ഓസിലേഷൻസ് കണ്ടു. ഫോർ എക്സാമ്പിൾ USA അപ് ടു 50%, ചില സമയങ്ങളിൽ 100% വരെ താരിഫ് കൊടുത്തിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ വാർ, ജിയോ പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും എക്കണോമി ഗ്ലോബൽ ട്രേഡ് ഫേവറബിൾ അല്ലാത്ത ഡീഗ്ലോബലൈസേഷൻ ടെൻഡൻസി കാണിക്കുന്ന ഈ വേൾഡിൽ ചൈന സ്റ്റിൽ ഷോഡ് എക്കണോമിക് റെസിലിയൻസ് ത്രൂ എക്സ്പോർട്ട്. സോ ചൈന എക്സ്പോർട്ട് സിംപ്ലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ ക്ലെയിം ചെയ്തത്. ബിക്കോസ് പല ഏരിയാസിലും എക്സ്പോർട്ട് പ്രശ്നം വന്നപ്പോൾ പോലും ആസിയാൻ ആൻഡ് യൂറോപ്യൻ യൂണിയനിലേക്ക് സ്റ്റേബിൾ ഗ്രോത്ത് രജിസ്റ്റർ ചെയ്ത് കാരണം ചൈനയ്ക്ക് സിംപ്ലി ആ ഫ്ലക്ച്വേഷൻ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റി. സോ ദേ പ്ലാൻഡ് ഇറ്റ് അക്കോർഡിംഗ്ലി. ആൻഡ് ദെൻ he is saying that ഇൻവെസ്റ്റ്മെന്റ്സും എക്സ്പോർട്സും മാത്രം റിലേ ചെയ്തിട്ടുള്ള മോഡൽ മാറ്റി we are moving to much better prudent model where domestic consumption is taking the lead of economic growth. So okay. സോ ഇനി ഓദർ ക്ലെയിം ചെയ്യാൻ പോകുന്നത് ഈ ഡൊമസ്റ്റിക് ഗ്രോത്ത് എഞ്ചിൻ എങ്ങനെയാണ് ചൈന, ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് കൺസംഷൻ കുറയുന്നത് കാരണം വി ആർ ഡിപ്പെൻഡിങ് ഓൺ എക്സ്പോർട്ട് ഓറിയന്റഡ് മോഡൽ. അതായത് ഡൊമസ്റ്റിക് ഡിമാൻഡ് കുറയുമ്പോൾ ആ എക്സ്ട്രാ വരുന്ന സർപ്ലസിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്. സോ ദിസ് ഈസ് കോൾഡ് ചൈന ഈസ് എക്സ്പോർട്ടിംഗ് ഓവർ കപ്പാസിറ്റി. ബട്ട് ദ ഓദർ ഈസ് ക്ലെയിമിംഗ് ദാറ്റ് വി ആർ നോട്ട് എക്സ്പോർട്ടിംഗ് ഓവർ കപ്പാസിറ്റി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ പേരെന്താ, നമ്മൾ ആ ടേം, ആ എക്കണോമിക് ടേം എന്താ നമുക്ക് മനസ്സിലാക്കണം. വാട്ട് ഈസ് ഓവർ കപ്പാസിറ്റി?
സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫേം, ഒരു ഇൻഡസ്ട്രി ഓവർ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ആ കമ്പനിയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് 100 പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനി വെറും 74 എണ്ണമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർ ഓവർ കപ്പാസിറ്റി. ബിക്കോസ് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാതെ 74 മാത്രമേ ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർ ഓവർ കപ്പാസിറ്റി. ദാറ്റ് മീൻസ് ഡിഫറെന്റ് ആർഗ്യുമെന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ കാരണം ഒന്ന് ഇൻഎഫിഷ്യൻസി, അതല്ലാതെ കാരണം സപ്ലൈ ഡിമാൻഡ് ഇക്വിലിബ്രിയം മാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ദാറ്റ് ഈസ് ചൈനയിൽ, ആസ് വെസ്റ്റേൺ നറേറ്റീവ് ഈസ് സേയിങ്, ചൈനയിൽ ഇൻഡസ്ട്രീസ് റാപ്പിഡ്ലി ഗ്രോ ചെയ്തു. ഈ റാപ്പിഡ്ലി ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്തപ്പോൾ സംഭവിച്ചെന്താണ്, ഈ ഇൻഡസ്ട്രിക്ക് വേണ്ട മാർക്കറ്റ് ആക്ച്വലി അവൈലബിൾ അല്ല. സോ ദേ വർ പ്രൊഡ്യൂസിങ് ഫോർ ദ ഫ്യൂച്ചർ. സോ ഫ്യൂച്ചറിലുള്ള ഡിമാൻഡിന് വേണ്ടിയാണ് ചൈന പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഇന്നെവിറ്റബിളി ചൈന ഓവർ കപ്പാസിറ്റി ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് നോട്ട് റിയൽ ഡിമാൻഡ് ഫ്രം ദ മാർക്കറ്റ്. ബട്ട് ചൈനീസ് അംബാസിഡർ എങ്ങനെ റെഫ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനാസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, അതായത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയുടെ ടോട്ടൽ മസിൽസ്, ടോട്ടൽ റിസോഴ്സസിനെ എത്രത്തോളം പ്രൊഡക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, സിംപ്ലി അത്ര മനസ്സിലാക്കി മതി. സോ ചൈനയുടെ ഇൻഡസ്ട്രി കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 74.4% ആണ്, വിച്ച് ഈസ് ഈക്വലൻ ടു ദാറ്റ് ഓഫ് USA ആൻഡ് യൂറോപ്യൻ യൂണിയൻ. സോ ചൈന കമ്പയർ ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളായ USA-ലും യൂറോപ്യൻ യൂണിയനുള്ള അതേ കപ്പാസിറ്റി യൂട്ടിലൈസേഷനിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെയാണ് ദ ആർഗ്യുമെന്റ് ദാറ്റ് ചൈന ഈസ് എക്സ്പോർട്ടിംഗ് ഓവർ കപ്പാസിറ്റി ഈസ് ട്രൂ എന്നാണ് ഓദർ പറയുന്നത്. ബട്ട് നമ്മൾ ഇതിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി അദ്ദേഹം പറയുന്നത് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റില്ല. ബിക്കോസ് USA-യും യൂറോപ്യൻ യൂണിയനും മെച്യൂർ ഡെവലപ്ഡ് എക്കോണമീസ് ആണ്. സോ അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മേ ബി 74% അത്ര ആയിരിക്കില്ല, അത്ര പ്രശ്നമായിരിക്കില്ല. ബട്ട് കമ്പയറിംഗ് ടു ചൈന ദർ ഇസ് സം പ്രോബ്ലം, ബിക്കോസ് ചൈന ഇൻഡസ്ട്രിയലൈസേഷൻ റാപ്പിഡ്ലി ചെയ്തതുകൊണ്ട് സീരിയസ്ലി കുറച്ച് ഓവർ കപ്പാസിറ്റി അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് വൈ ദേ ആർ റാപ്പിഡ്ലി എക്സ്പോർട്ടിംഗ്, അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ദേ ആർ ഡംപിംഗ് ചീപ്പ് പ്രൊഡക്ട്സ് ടു അതർ എക്കോണമീസ്. സോ ദിസ് ഓവർ കപ്പാസിറ്റി ആർഗ്യുമെന്റ് ഈസ് ബീങ് റെഫ്യൂട്ടഡ് ബൈ ദ ഓദർ. സോ ഇനി പ്രൊഡക്ഷനിൽ നോക്കുമ്പോൾ സപ്ലൈ സൈഡിൽ നിന്ന് ദർ ഈസ് നോ ഓവർ കപ്പാസിറ്റി, ആൻഡ് ഫ്രം ദ ഡിമാൻഡ് സൈഡ് ദർ ഈസ് എ ഗ്ലോബൽ ഡിമാൻഡ്. ചൈനയുടെ ഈ എക്സ്പോർട്ട് അല്ലെങ്കിൽ ചൈനയെ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഇറ്റ് ഈസ് ദ ഡിമാൻഡ് ഫ്രം ഡെവലപ്പിംഗ് എക്കോണമി. That is the booming development of China's production capacity is the real demand from the global market. Global market in the Chinese products in a huge demand, because many developing countries have enhanced their infrastructure, achieved energy transition. അതായത് ചൈനയ്ക്ക് ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇമ്മൻസ് കപ്പാസിറ്റിയാണ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഒരു സോളാർ പാനലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചൈനയുടെ പ്രൊഡക്ഷൻ മോഡൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് സിംപ്ലി അസംബ്ലിംഗ് ദ സോളാർ പാനൽ. ആ സോളാർ പാനലിന് വേണ്ട റോ മെറ്റീരിയൽ ചൈനയുടെ കയ്യിലുണ്ടാവാം, അല്ലെങ്കിൽ ചൈന പ്രോപ്പർ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് സെക്യൂർ ചെയ്ത് വെക്കുന്നു. ആൻഡ് ആ സോളാർ പാനലിന് വേണ്ട റോ മെറ്റീരിയലിന് ശേഷം അത് പ്രോപ്പർലി വാല്യൂ ആഡ് ചെയ്ത് ഒരു സോളാർ പാനലാക്കി മാറ്റുന്നു. അതിനുശേഷം ഈ സോളാർ പാനലിനെ എവിടേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നു അതിനുള്ള സപ്ലൈ ചെയിനും ചൈന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ചൈന ഈസ് പ്രൊവൈഡിങ് എ കോംപ്രഹെൻസീവ് സപ്ലൈ ചെയിൻ ഓർ വാല്യൂ ചെയിൻ. സോ ചൈനയുമായിട്ട് ട്രേഡ് ചെയ്യാൻ രാജ്യങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, എസ്പെഷ്യലി ഡെവലപ്പിംഗ് എക്കണോമീസ് ഒക്കെ. ഇൻഫ്രാസ്ട്രക്ചർ, അച്ചീവ് എനർജി ട്രാൻസിഷൻ, എസ്പെഷ്യലി ഗ്രീൻ ട്രാൻസിഷൻ. ഈ ഗ്രീൻ ട്രാൻസിഷൻ ആയിട്ട് കുറച്ച് ടെക്നോളജീസ് ഉണ്ട്, റിന്യൂവബിൾ ടെക്നോളജി, സോളാർ പാനൽ. ഈ ടെക്നോളജീസിലൊക്കെ ചൈന ഈസ് റേസിംഗ് അഹെഡ് amongst the competitors. That is why USA is concerned, because USAയുടെ പെട്രോ ഡോളർ ഡോമിനൻസ് വാസ് ബേസ്ഡ് ഓൺ ഓയിൽ. സോ USAയുടെ പെട്രോ ഡോളറിന്റെ ഡോമിനൻസ് ചൈനയ്ക്ക് ഈസിലി ഇനി നെക്സ്റ്റ് ഡെക്കേഡിൽ മറികടക്കാൻ പറ്റും. ബിക്കോസ് ഈ ഓയിലിനേക്കാൾ കൂടുതൽ ഗ്രീൻ എനർജി ഡിമാൻഡ് വരുന്ന കാലഘട്ടത്തിൽ ചൈന ഈസ് പൊസസിംഗ് ദാറ്റ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് most of the green technologies. So China can overtake USA's hegemony. So അതുകൊണ്ടൊക്കെയാണ് ചൈന USA concerned ആവുന്നത്, because of China's huge capacity in green transition. Okay, so as the author is claiming, the narrative that China is exporting over capacity is simply a Western narrative. As the Western economist itself, Jeffrey Sachs itself pointed out that the Western labeling Chinese manufacturing as over capacity is out of jealousy. So it's a purely a narrative against China. That's other argument. Okay, see, ഇത്തരത്തിലുള്ള argument ഒക്കെ വരുമ്പോൾ we should be cautious. We should be able to pick what is right for us, and we should be able to balance. അതായത് കഴിഞ്ഞ മാസത്തിൽ ഞാൻ ഇതേ ചൈനയുടെ എക്കണോമിക് മോഡൽ വെച്ച് ഞാൻ പറഞ്ഞു ചൈനയുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് വീക്ക് ആണ്. ചൈനയുടെ പുറമേ ചൈന അഗ്രസീവ്ലി ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്റേണലി കുറച്ച് വോളറ്റിലിറ്റി ഉണ്ട്. അതേ ഞാൻ തന്നെ ആർട്ടിക്കിൾ ഡിഫറൻസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. റിഗാർഡിംഗ് ചൈനാസ് ഡൊമസ്റ്റിക് കാപ്പബിലിറ്റി ഈസ് നോട്ട് ദാറ്റ് ലോ. സോ ആസ് എ UPSC ആസ്പിറന്റ് നമ്മൾ രണ്ട് നാരേറ്റീവും ബാലൻസ് ചെയ്ത് പഠിക്കണം, മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ദ സെയിം ടൈം നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് കിട്ടുന്നത്. വാട്ട് ഈസ് കൺസംഷൻ ലെഡ് ഗ്രോത്ത്, വാട്ട് ഈസ് ഇൻ എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത്. ഈ രീതിയിലൊക്കെ ഈ ബേസിക് ഫണ്ടമെന്റൽസ് വെച്ച് ഈ ആർട്ടിക്കിൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, ആൻഡ് ആസ് ഐ സെഡ് ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ, ബിക്കോസ് ഇന്ത്യക്ക് ചൈനയായിട്ട് ഒരുപാട് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യം വിൽ ബി ചൈന. ക്ലോസ് ടു $100 ബില്യൺ ആണ് ഇന്ത്യക്ക് ചൈനയുമായുള്ള ട്രേഡ് ഡെഫിസിറ്റ്.
ആൻഡ് നമുക്കറിയാം ട്രേഡ് ഡെഫിസിറ്റ് ബൈ ഡിസൈൻ ഈസ് നോട്ട് ഹെൽത്തി. അത് ഇമ്പോർട്ട് ബില്ല് കൂട്ടുന്നു, നമ്മുടെ കറൻസിയെ വീക്കർ ആക്കുന്നു, അങ്ങനെ ഇമ്പോർട്ട് ഇൻഫ്ലേഷൻ കാരണമാകുന്നു. ആൻഡ് ആഫ്റ്റർ ഓൾ സ്ട്രാറ്റജിക് ഓട്ടോണമിയെയും ബാധിക്കാം. ബിക്കോസ് ക്രിട്ടിക്കൽ മിനറൽസ് ചൈന ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചൈനയുടെ വിംസ് ആൻഡ് ഫാൻസീസിനനുസരിച്ചിട്ട് ഇന്ത്യയുടെ പോളിസീസ് മാറ്റേണ്ട സിറ്റുവേഷൻ വന്നേക്കാം. സോ ഇന്ത്യക്ക് ഒരു ട്രേഡ് ഡെഫിസിറ്റ് ചൈനയ്ക്ക് ഉണ്ട്. ആൻഡ് ആസ് ദ ഓദർ ഇസ് ക്ലെയിമിംഗ്, അങ്ങനെ ആ ട്രേഡ് ഡെഫിസിറ്റ് ചൈന പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയെടുത്തതല്ല. ചൈന വാസ് ജസ്റ്റ് എക്സ്പോർട്ടിംഗ് ചൈനാസ് പവർ ഹൗസസ്. ദാറ്റ് ഈസ് ചൈന ഇന്ത്യക്ക് എക്സ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട സാധനങ്ങൾ വാസ് റോ മെറ്റീരിയൽസ്. ഫോർ എക്സാമ്പിൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്. ഇന്ത്യ വേൾഡിലെ ഏറ്റവും വലിയ ഫാർമസിയിലെ എക്സ്പോർട്ടറാണ് വെൻ ഇറ്റ് കംസ് ടു വോളിയം. സോ ഇന്ത്യക്ക് ആ വോളിയത്തിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? വി ഇമ്പോർട്ടഡ് APIs ഫ്രം ചൈന. സോ ഇന്ത്യക്ക് വേണ്ട പല റോ മെറ്റീരിയൽസും ഇന്ത്യ സോഴ്സ് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്, വിച്ച് ഈസ് എ മേജർ കൺസേൺ ആസ് വെൽ. ബട്ട് ഓദർ ഈസ് സേയിങ് സംതിങ് ഡിഫറെന്റ്. ദാറ്റ് ഈസ് ഇന്ത്യക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾ തരുന്നുണ്ട്. വി ഷുഡ് ബി ഏബിൾ ടു കോപ്പറേറ്റ്. ഇറ്റ്സ് rather than rivalry, we should be able to cooperate. As he is concluding, ഈ ട്രേഡ് ഡെഫിസിറ്റിനൊക്കെ നമുക്ക് കോപ്പറേറ്റീവ് സർപ്ലസ് ആക്കി മാറ്റാൻ പറ്റണം. വി ഷുഡ് ബി ഏബിൾ ടു കോപ്പറേറ്റ് ടു ക്രിയേറ്റ് എ ഫ്യൂച്ചർ ഏഷ്യൻ സെഞ്ചുറി. ബിക്കോസ് കഴിഞ്ഞ സെഞ്ചുറി നടന്നത് വെസ്റ്റേൺ ലെഡ് ഗ്രോത്ത് ആണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ഏഷ്യൻ സെഞ്ചുറിയാണ്. സോ ഏഷ്യൻ സെഞ്ചുറിയിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഏഷ്യൻ സെഞ്ചുറി യാഥാർത്ഥ്യമാവണമെങ്കിൽ വി നീഡ് കോപ്പറേഷൻ ഫ്രം ദ ടു എക്കണോമിക് സൂപ്പർ ഹൗസ്, ദാറ്റ് ഈസ് ചൈന ആൻഡ് എക്കണോമി. സോ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവ് സെന്റിമെന്റ്സ് പറയുന്നുണ്ട്. ബിക്കോസ് ഡേ ബൈ ഡേ ഇന്ത്യയുടെ എക്സ്പോർട്ട് ചൈനയിലേക്ക് കൂടുന്നുണ്ട്. ആൻഡ് ഓൾസോ ചൈന അംബാസഡർ ഇതിലൊരു വലിയ ചൈനീസ് അംബാസഡർ ഒരു വലിയ കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഈസ് we are living in an era where reciprocal tariff is the new news, right? So reciprocal tariff അത്രയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ടാരിഫ് വാർസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈന is saying something different. ചൈന പറയാണ്, ഞങ്ങള് വേൾഡിലെ ഫാക്ടറി മാത്രമല്ല, we are also acting as world's market. Because അമേരിക്ക 50% to 100% ടാരിഫ് അടിച്ചു തരുമ്പോൾ we are just maintaining international standards. That is 7.3% on tariff level, and negative list for foreign products is day by day korchondirikkannu. So we are creating an environment which is investment friendly to foreign countries. So China is not acting as a world's factory but also as world market. So India should be able to cooperate with China, as the author is saying. Prashnaങ്ങളുള്ള areas ചർച്ച ചെയ്ത് we should be able to cooperate to create the Asian century. So that is the discussion. Please don't forget this correlation. National income is equal to consumption plus growth plus investment. India's growth model is more of consumption-led growth model, whereas China's is export-oriented. So China should balance by increasing consumption, and India should be balancing by improving more export. So രണ്ട് രീതിയിലും ഇൻസൈറ്റ്സ് കിട്ടുന്ന ഒരു എക്സോസ്റ്റീവ് ആർട്ടിക്കിൾ ആയിരുന്നു. Okay. അടുത്ത ആർട്ടിക്കിൾ, can the ED file writ petitions before courts? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ആണ്. ആസ് വെൽ നമ്മുടെ പ്രിലിംസിലെ പൊളിറ്റിയിലെ സ്റ്റാറ്റിക് പാർട്ട് ആയിട്ടുള്ള റിറ്റ് എന്താണെന്നൊക്കെ റീകോൾ ചെയ്യാൻ പറ്റിയ ആർട്ടിക്കിൾ ആണ്. ഓൾസോ ഇ ഡി ഈസ് ഇൻവോൾവ്. സോ ഒബ്വിയസ്ലി ഒരു സെൻട്രൽ സ്റ്റേറ്റ് ടസിൽ നമുക്ക് കാണാം, ഒരു ഫെഡറൽ ആംഗിൾ കൂടി ഉണ്ട്. ഓൾസോ നമ്മൾ ഈ വർഷം പ്രിലിംസ് ആസ് വെൽ എസ് മെയിൻസിന് ഇ ഡിയുടെ ഇഷ്യൂസ്, ഇ ഡിയുടെ ഒബ്ജക്റ്റീവ്സ്, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് what is a writ and what is writ petitions and who all can file writ petitions and the major types of writ under our constitution. So first of all, writ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a remedy, it's an extraordinary remedy given by Supreme Court and High Court to ensure that our fundamental rights, that an individual's fundamental rights or a legal person's or a juristic person's legal rights as well as fundamental rights are protected, as well as to maintain public accountability. അതാണ് റിറ്റ് പെറ്റീഷന്റെ ഉദ്ദേശം. സോ ഞാൻ ഉദ്ദേശിച്ചു ഫണ്ടമെന്റൽ റൈറ്റ്, അതിന് പറഞ്ഞ ലീഗൽ റൈറ്റ് എന്ന് കൂടി പറഞ്ഞു. ദാറ്റ് മീൻസ് റിറ്റ് ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല, ത്രൂ ദ ഹൈ കോർട്സ് യു ക്യാൻ ഓൾസോ എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് ആസ് വെൽ as to ensure public accountability. സോ അത് ഡീറ്റെയിൽ ഞാൻ പറയാം. സോ റിട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെമഡി. ഇറ്റ്സ് ഗ്യാരണ്ടീഡ് ത്രൂ ആർട്ടിക്കിൾ 32 by the Supreme Court and article 226 through the High Court. So ഇതാണ് റിറ്റ് പെറ്റീഷൻസിന്റെ രണ്ട് ആർട്ടിക്കിൾ ആസ് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ഇതിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ എന്തായാലും പറയും. അതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ 5 types of writ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് 5 such writs. ദ ഹേബിയസ് കോർപ്പസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള writ തന്നെയാണ് ഹേബിയസ് കോർപ്പസ്, അല്ലെ? ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ഉപദേശിക്കുന്ന ആ ഒരു സീനിൽ ഒരാൾ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ പറഞ്ഞൂടെ. സോ ഇല്ലീഗൽ ആയിട്ട് ഡീറ്റെയിൻ ചെയ്തൊരു വ്യക്തിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിറ്റാണ് വാട്ട് ഹേബിയസ് കോർപ്പസ്. Then comes mandamus. Mandamus എന്ന് പറഞ്ഞാൽ to compel a public authority to perform a public duty. So പബ്ലിക് അതോറിറ്റികൾ പബ്ലിക് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി പറയുന്ന ഡ്യൂട്ടിയാണ് mandamus.
Then comes prohibition. Prohibition എന്ന് പറഞ്ഞാൽ സിംപ്ലി ആ പേര് നമുക്ക് മനസ്സിലാവും, ടു റീസ്ട്രെയിൻ എ ലോവർ കോർട്ട് ഫ്രം എക്സീഡിംഗ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. സോ ഒരു ഹയർ കോർട്ട് ലോവർ കോർട്ടിനോ ട്രൈബ്യൂണലിനോ കൊടുക്കുന്ന ഒരു ഓർഡർ ആണ് when it exceed the jurisdiction. So prohibition എന്ന് പറഞ്ഞാൽ it quash that process, അത് നിർത്തലാക്കുന്നു. Okay, now comes certiorari. Certiorari means to quash an order of a lower court or tribunal for the lack of jurisdiction or illegality. സോ പ്രൊഹിബിഷനിൽ പറഞ്ഞ സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ് സെർച്ച്യൂറി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ദിസ് ഓൾസോ അലൗ ഫോർ റെക്ടിഫിക്കേഷൻ. അതായത് പ്രൊഹിബിഷനിൽ കംപ്ലീറ്റ് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ജൂറിസ്ഡിക്ഷനിലെ കോർട്ടിലേക്ക്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഹിബിഷൻ ആസ് വെൽ ആസ് സെർച്ച്യൂറി. ഓക്കെ, then comes quo warranto. So the name itself on what authority. So quo warranto എന്ന് പറഞ്ഞാൽ ടു ക്വസ്റ്റ്യൻ ദ ലീഗാലിറ്റി ഓഫ് എ പേഴ്സൺസ് ക്ലെയിം ടു എ പബ്ലിക് ഓഫീസ്. സോ ഒരു പബ്ലിക് ഓഫീസിൽ പ്രോപ്പർ അതോറിറ്റി ഇല്ലാതെ വരുന്ന ഒരു വ്യക്തിക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് quo warranto. So these are the 5 writs mentioned in the Indian Constitution. Okay, so ഈ റിട്ട് ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 32 വഴിയും ആർട്ടിക്കിൾ 226 വഴിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 32 ആണ് സുപ്രീം കോർട്ടിന്റെ റിട്ട് ജൂറിസ്ഡിക്ഷൻ മെൻഷൻ ചെയ്തത്, ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ടിന്. സോ നമ്മൾ ഇതിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. സോ ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. വാട്ട്? ഒറിജിനൽ റിട്ട് ജൂറിസ്ഡിക്ഷൻ. I did not use the word exclusive, right? So writ jurisdiction is shared between high court also. So high courtinum fundamental right protect ചെയ്യാൻ വേണ്ടിയിട്ടുള്ള writ jurisdiction ഉണ്ട് under article 226. So fundamental right infringe ആയി കഴിഞ്ഞാൽ both supreme court high court writ jurisdiction യൂസ് ചെയ്യാവുന്നതാണ്. So article 32 ആണ് സുപ്രീം കോർട്ടിന്റെ, article 226 ആണ് ഹൈ കോർട്ടിന്റെ. ഇനി ഇതിലുള്ള ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ടിന്റെ writ jurisdiction ഇതാണെങ്കിൽ, ഇത് സർക്കിൾ ആണെങ്കിൽ, ഹൈ കോർട്ടിന്റെ writ jurisdiction is much broader. കേൾക്കുമ്പോൾ നമുക്ക് കൗണ്ടർ ഇൻഡ്യൂട്ടീവ് ആയിട്ട് തോന്നാം, സുപ്രീം കോർട്ടിനല്ലേ കൂടുതൽ വേണ്ടത്. ബട്ട് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് ഹൈക്കോർട്ടിനാണ് ബ്രോഡർ റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. ബിക്കോസ് സുപ്രീം കോർട്ടിൻ്റെത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്, ഹൈക്കോർട്ടിൻ്റെത് ലീഗൽ റൈറ്റ്സ് കൂടെ വരും. ഓക്കെ, സോ ഹൈക്കോർട്ട് ഹാസ് മച്ച് ബ്രോഡർ റിട്ട് ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, സോ അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി പ്രിലിംസിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ട് ജൂറിസ്ഡിക്ഷൻ എസ്പെഷ്യലി മാൻഡമസ് ഒക്കെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും ഗവർണർ സ്റ്റേറ്റ് ഗവർണറിനെതിരെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ദേ ഹാവ് ഇമ്മ്യൂണിറ്റി ഓവർ റിട്ട് ജൂറിസ്ഡിക്ഷൻ. സോ അത് സ്പെസിഫിക്കലി ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്, യു ഷുഡ് ബി ഏബിൾ ടു റീകോൾ ദാറ്റ്. സോ ഓൾസോ നമുക്കറിയാം പ്രസിഡന്റും ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവർണർക്ക് ഒരുപാട് ഇമ്മ്യൂണിറ്റീസ് അല്ലാതെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ സിമിലർലി റിട്ട് ജൂറിസ്ഡിക്ഷനിലും മാൻഡമസ് ഒന്നും പ്രസിഡന്റിനും സ്റ്റേറ്റ് ഗവർണറിനെതിരെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ആസ് വെൽ ആസ് ഈ പറഞ്ഞ റിട്ട് ജൂറിസ്ഡിക്ഷൻ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും പറ്റില്ല, എക്സെപ്റ്റ് in one case when state government collusive ആയിട്ട് പ്രൈവറ്റ് പാർട്ടീസിനെ ഇൻവോൾവ് ചെയ്തിട്ടില്ലാത്ത പക്ഷം യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇതിൽ ഹേബിയസ് കോർപ്പസ് നമുക്ക് ഇൻഡിവിജ്വൽസിനെതിരെ യൂസ് ചെയ്യാം, ബിക്കോസ് ഇല്ലീഗലായിട്ട് ഡിറ്റെയിൻ ചെയ്യുന്ന വ്യക്തി ഇൻഡിവിജ്വൽ ആണെങ്കിൽ. സോ ഇതാണ് സ്റ്റാറ്റിക് പാർട്ട് റിഗാർഡിംഗ് റിട്ട്. സോ നമ്മൾ റിട്ട് എന്താന്ന് പറഞ്ഞു, ഇറ്റ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി റെമഡി. ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ്സ് എ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്? ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൈറ്റ്, ബിക്കോസ് ആർട്ടിക്കിൾ 32 റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇത്ര ഈസി ആയിട്ട് കോടതികൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ B.R. Ambedkar said it's the most important, one of the most important right guaranteed under the Constitution. That is Article 32, writ jurisdiction of the Supreme Court. So it's a extraordinary jurisdiction given to Supreme Court as well as High Court to protect an individual's fundamental right, and through the High Court to the legal right, as well as to ensure public accountability. That is the discussion about writs. Okay, and the two exceptions നമ്മൾ കണ്ടു. Okay, now ഈ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ നമ്മൾ writ എന്താണെന്ന് മനസ്സിലാക്കി. Now the important question, who all can file writs? ആർക്കൊക്കെയാണ് writ ഫയൽ ചെയ്യാൻ പറ്റുക? ബിക്കോസ് ഒരു റിട്ട് ഫയൽ ചെയ്യണമെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ ആയിരിക്കണം, ഒരു ലീഗൽ എൻറ്റിറ്റി, ഒരു ലീഗൽ പേഴ്സൺ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഈ ആർട്ടിക്കിൾ പേര് പറയുന്നത് ജൂറിസ്റ്റിക് പേഴ്സൺ ആയിരിക്കണം. അതായത് ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആവണം. ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ, ഇറ്റ്സ് എ ഫിക്റ്റീഷ്യസ് പേഴ്സൺ, അതായത് ലീഗൽ മെഷേഴ്സ് യൂസ് ചെയ്ത് ആ വ്യക്തിക്ക് ഹി ക്യാൻ ബി സ്യൂഡ് ഓർ ക്യാൻ സ്യൂ അതർ പേഴ്സൺ. സോ ആ റൈറ്റിൽ ഒരു വ്യക്തിയെ, സോ ഇറ്റ്സ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ, ഇറ്റ് ക്യാൻ ബി എ ഫിക്റ്റീഷ്യസ് ഓർഗനൈസേഷൻ ആൻഡ് എ ബോഡി ഓർ എ ഡിപ്പാർട്ട്മെന്റ് ഓർ സംതിങ്, ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ജൂറിസ്റ്റിക് ഐഡന്റിറ്റി ത്രൂ legal backing. So for example, a statutory organization like SEBI and RBI is a juristic body. It can sue other person and at the same time can be sued. So അതാണ് ജൂറിസ്റ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം. സോ ഒരു റിട്ട് ഫയൽ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ജൂറിസ്റ്റിക് പേഴ്സൺ. സോ സ്റ്റാറ്റ്യൂട്ടിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ആണെങ്കിൽ മാത്രമേ റിട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. നൗ കംസ് ദ ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ, ക്യാൻ ED ഫയൽ റിട്ട് പെറ്റീഷൻസ് ബിഫോർ ദ കോർട്ട്? സോ EDക്ക് റിട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ഇതിൽ ഇംപ്ലൈ ആയിട്ടുള്ള കാര്യം എന്താ? ഇംപ്ലൈഡ് ആയിട്ടുള്ള കാര്യം, ഈസ് ED a juristic organization? EDക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ റെക്കഗ്നിഷൻ ഉണ്ടോ? ദിസ് ഇസ് ദ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ റേസ്ഡ് ഇൻ ദ ആർട്ടിക്കിൾ. സോ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്.
അതായത് കേരളത്തില് കേരള പൊളിറ്റിക്സ് നമുക്കറിയാം ഒരു ഇമ്പോർട്ടന്റ് ഒരു വലിയ ഇവന്റ് തന്നെയായിരുന്നു ആ ഗോൾഡ് സ്കാം അല്ലെ. അപ്പൊ ഗോൾഡ് സ്കാമിനെ ചുറ്റിപ്പറ്റി എന്ത് സംഭവിച്ചു? രണ്ട് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ഓഫ് ആക്ടും ഇൻവോക്ക് ചെയ്തു ആൻഡ് ദ സെയിം ടൈം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. സോ മണി ലോണ്ടറിംഗ് ഓഫ് കോഴ്സ് ഉണ്ടല്ലോ, ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇവേഷൻസ് ഉണ്ടാവാം, ആസ് വെൽ ആസ് ഡർട്ടി മണി ആണെങ്കിൽ ഇറ്റ്സ് കോൾഡ് മണി ലോണ്ടറിംഗ്, റൈറ്റ്? സോ ED ഇൻവോൾവ്. ED എന്ത് ചെയ്തു? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം EDയും അന്വേഷണം തുടങ്ങി. ആൻഡ് അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ പ്രൈം അക്യൂസ്ഡ് എന്ത് പറഞ്ഞു? സ്വപ്ന സുരേഷ് സെഡ് ദാറ്റ് ED officials coerced her to say some big names, എസ്പെഷ്യലി ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള ആളുകളുടെ പേര് പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്ന രീതിയിൽ ഒരു അലിഗേഷൻ വന്നു. ഈ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റ് ഒക്കെ പറയുന്നത് ഇതിന്റെ ട്രിഗർ പോയിന്റ് എന്ന് മനസ്സിലാവണം. സോ അത് അപ്പോൾ എന്ത് സംഭവിച്ചു? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് റെസ്പോണ്ടഡ് ബൈ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ കമ്മീഷൻ ഓഫ് ഇൻക്വയറി. സോ ഈ കമ്മീഷൻ ഓഫ് ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ടു ഇൻവെസ്റ്റിഗേറ്റ് അഗെയിൻസ്റ്റ് ED officials. സോ ED എന്ത് ചെയ്തു? ED സെഡ് ദിസ് ഇസ് നോട്ട് റൈറ്റ്. ED ഹൈക്കോടതിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഹൈക്കോടതിനെ സമീപിച്ചിട്ട് ED seeked the protection of Article 226 to quash this commission of inquiry through the certiorari as well as mandamus. സോ മാൻഡമസ് വഴി ഡോക്യുമെന്റ്സ് ചോദിച്ചു, ഏത് ഇത് പ്രകാരമാണ് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ, അതായത് കമ്മീഷൻ ഓഫ് ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഏത് രീതിയിലാണ് നിങ്ങൾ കൊണ്ടുവന്നത്, ആൻഡ് certiorari on what authority? As ED said, we are part of the central government and you can't sue us through this because we have statutory role to perform. സോ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജൂറിസ്ഡിക്ഷന്റെ പുറത്താണ്. സോ certiorari സീക്ക് ചെയ്തു. സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. അപ്പം എന്ത് ചെയ്തു? അപ്പം ഇതിന് മറുപടി എന്നോണം സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു? കേരള ഗവൺമെന്റ് ആസ് വെൽ ആസ് തമിഴ്നാട് ഗവൺമെന്റ് ഓൾസോ എന്ത് ചെയ്തു? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ED can't file a writ petition as ED is merely an executive body or a department of union government, not a separate legal statutory entity. So ED ക്ക് writ file ചെയ്യാൻ പറ്റില്ല. The writ petition filed by ED doesn't stand. It's not valid as it's merely a department or a union government's extension. സോ EDക്ക് റിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആർഗ്യൂ ചെയ്തു. ബട്ട് ഹൈക്കോർട്ട് എന്ത് പറഞ്ഞു? ഹൈക്കോർട്ട് പറഞ്ഞു ED ക്യാൻ, ബിക്കോസ് അണ്ടർ PMLA Act and FEMA Act, ED has statutory function and ED officials are statutory officials എന്ന് ഹൈക്കോർട്ട് പറഞ്ഞു. സോ ഇതാണ് സിനാരിയോ. സോ എന്ത് സംഭവിച്ചു? ഈ കേസ് ഒബ്വിയസ്ലി അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് അഗെയിൻ ചലഞ്ച് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു ദിസ് ഇസ് നോട്ട് റൈറ്റ്, ED can't do this because they can't file a writ. The only remedy that ED can use is under Article 31 of the Constitution. Article 131. Article 131 means the original jurisdiction of Supreme Court. That is, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഫെഡറൽ സ്റ്റേറ്റ്സിലെ രണ്ട് യൂണിറ്റ്, ഫെഡറൽ ഓർ സ്ട്രക്ചറിലെ രണ്ട് യൂണിറ്റ്സ് തമ്മിൽ, ഇറ്റ് ക്യാൻ ബി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഓർ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ സെൻട്രൽ ആൻഡ് 2 or more സ്റ്റേറ്റ്സ്, ഈ 3 കണ്ടീഷനിലും എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാൽ അണ്ടർ 131 ആണ് കേസ് സുപ്രീം കോടതിയാണ് എടുക്കേണ്ടത്. അല്ലാതെ ഈ രീതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആർഗ്യൂ ചെയ്തു. സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് വെദർ ED ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓർ നോട്ട്. So as per the High Court, it is currently is, but interestingly Supreme Court ഈ മാറ്റർ സബ് ജുഡീസിൽ വെച്ചിരിക്കുകയാണ്. സോ അതിൽ അഭിപ്രായം വരുന്നത് വരെ ഈ ഡിലേമ കണ്ടിന്യൂ ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഹോൾ ഡിസ്കഷൻ അബൌട്ട് ദിസ്. സോ ഇനി സുപ്രീം കോർട്ടിന്റെ ആ ഓർഡറിലായിരിക്കും ഇതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുക. സോ വിൽ ബി ഡിസ്കസിംഗ് ദാറ്റ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ED ഹാസ് എക്സ്ട്രാ ഓർഡിനറി പവർ. അത് പറയാതിരിക്കാൻ വയ്യ, ബിക്കോസ് കുറെ ന്യൂസ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് EDയുടെ പവേഴ്സ്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു EDനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ബിക്കോസ് ED ഹാസ് ബീൻ ഗിവൺ റാമ്പന്റ് പവർ. സോ ഇറ്റ് ഹാസ് വാസ്റ്റ് പവർ. ഇറ്റ് ഹാസ് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം പോലും പറയാതെ, ഇൻഫർമേഷൻ പോലും പറയാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരാളെ വിളിപ്പിക്കുമ്പോൾ അയാൾ അക്യൂസ്ഡ് ആണോ അതോ വിറ്റ്നസ് ആയിട്ടാണോ വിളിപ്പിക്കുന്നത് എന്ന് പോലും ED വ്യക്തമാക്കേണ്ടതില്ല. ആൻഡ് EDക്ക് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടുന്നത് PMLA ആക്ട് എന്നും FEMA ആക്ട് എന്നും ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് എന്നുള്ള 3 ആക്ടാണ് EDക്ക് കിട്ടുന്നത്. ആൻഡ് ECIR റിപ്പോർട്ടാണ് ED ഫയൽ ചെയ്യുന്നത്. ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം FIR. ആൻഡ് ഇതിന്റെ കോപ്പി ഫുൾ ആയിട്ട് അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ആൻഡ് സം ഓഫ് ദ കൺസേൺസ് റിഗാർഡിംഗ് ED ഈസ് ദാറ്റ് ED ഈസ് merely an executive body. It is given vast authority. Sometimes it's alleged of politicization and acting as an agent of the center. So these are the concerns regarding ED. സോ നമ്മൾ EDനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. റിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, 5 തരം റിട്ട്. സുപ്രീം കോർട്ടിന്റെ റിറ്റും ഹൈക്കോടതി റിട്ടും തമ്മിൽ വ്യത്യാസം. വെൻ ഹൈക്കോർട്ട് ഹാസ് ബ്രോഡ് ജൂറിസ്ഡിക്ഷൻ ആൻഡ് പ്രസിഡന്റിനും ഗവർണറിനെതിരെയും മാൻഡമസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആർ ഓൾസോ ഫ്രീ ഫ്രം ജൂറിസ്ഡിക്ഷൻ അൺലെസ് ഇറ്റ്സ് എ ഹേബിയസ് കോർപ്പസ് ജൂറിസ്ഡിക്ഷൻ. സോ ദിസ് ഇസ് ദ ഡിസ്കഷൻ. So next article, mature and pragmatic. India did well to negotiate a fair deal with European Union.
സി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ FTA ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ഇതിൽ കുറച്ച് 2 യൂണീക് പോയിന്റ്സ് ഈ ആർട്ടിക്കിൾ ഉണ്ട്. സോ അതാണ് അത് ഡിസ്കസ് ചെയ്യാൻ കാരണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇന്ത്യ യൂറോപ്യൻ FTA ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് കോൾഡ് ആസ് ദ മദർ ഓഫ് ഓൾ FTAs. ദ മദർ ഓഫ് ഓൾ FTAs. ഇങ്ങനെ പറയാനുള്ള മേജർ കാര്യം ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ 2 സിഗ്നിഫിക്കന്റ് എക്കോണമീസ്. ദാറ്റ് ഈസ് ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യ ഈസ് ദ 4th ലാർജസ്റ്റ് എക്കോണമി. കൺസിസ്റ്റന്റ്ലി ഗ്രോ ചെയ്യുന്ന 7% റോബസ്റ്റ്ലി ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമിയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് എക്കോണമി, റൈറ്റ്? ആൻഡ് യൂറോപ്യൻ യൂണിയൻ ഒരു പവർ ഹൗസ് തന്നെയാണ് മാനുഫാക്ചറിംഗിന്റെ, ഇൻവെസ്റ്റ്മെന്റിന്റെ, ടെക്നോളജിയുടെ ഒക്കെ. സോ ഈ 2 എക്കോണമീസ് തമ്മിൽ സൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ടു ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഗിവൺ ദ ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഇറ്റ്സ് ഹാപ്പനിങ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് USA റെസിപ്രോക്കൽ തരീഫ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കണ്ടു ട്രംപ്സ് NSS നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ആൻഡ് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യൂറോപ്പ്, ബിലിറ്റിലിംഗ് യൂറോപ്യൻ ലീഡർഷിപ്പ് ആൻഡ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള റിലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ ഹാപ്പനിങ്സ് സറൗണ്ടിങ് ഗ്രീൻലാൻഡ്, വെനസ്വേലൻ ഇഷ്യൂ, ഈവൻ നാറ്റോയുടെ ക്വസ്റ്റ്യൻ, നാറ്റോയുടെ ഉറപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പൊളിറ്റിക്കൽ ടർമോയിൽ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യ യൂറോപ്യൻ FTA ഇറ്റ്സ് ടു സിഗ്നിഫിക്കൻറ്റ്. സോ ഇനി പർട്ടിക്കുലർലി ഈ ആർട്ടിക്കിൾ പറയുന്ന 2 കാര്യം പ്രധാനമായിട്ട് പറഞ്ഞത് വൈ ഇറ്റ്സ് സോ സിഗ്നിഫിക്കൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ഇതിനു മുമ്പ് FTA സൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം തന്നെ വളരെയധികം സ്പീഡിൽ ഇന്ത്യ ഒരുപാട് FTA സൈൻ ചെയ്തു. ബിക്കോസ് നൗ ഡീഗ്ലോബലൈസേഷൻ ടെൻഡൻസീസ് ആണ്. അതായത് ഡീഗ്ലോബലൈസേഷൻ ടെൻഡൻസി രാജ്യങ്ങളെല്ലാം COVID-19 ശേഷം ഈ പ്രോബ്ലംസ് വിതൗട്ട് പാസ്പോർട്ട്സ് ആൻഡ് എന്താണ് ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഷോക്സ് ലൈക്ക് റഷ്യ, ഉക്രൈൻ വാർസ് ഒക്കെ സംഭവിച്ചത് കൊണ്ട് വല്ലാണ്ട് ഗ്ലോബലൈസ്ഡ് ആവുന്നത് പേടിയാണ്. ദേ ആർ കൺസർവേറ്റീവ്, ദേ ആർ ലുക്കിംഗ് ഇൻവേർഡ്സ് ലൈക്ക് അമേരിക്കാസ് മാഗ. സോ അത് കാരണം രാജ്യങ്ങൾ മാക്സിമം ബൈലാറ്ററൽ ട്രേഡ് എൻഗേജ്മെന്റ് ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ ഇൻട്രസ്റ്റിനെ സെക്യൂർ ചെയ്യാൻ നോക്കുന്നത്. സോ ഇന്ത്യ ഈസ് ഓൾസോ മൂവിങ് ഇൻ ദാറ്റ് ഏരിയ. സോ ഇന്ത്യ ഇപ്പോൾ റീസെന്റ് ഒമാനുമായിട്ട് അതേപോലെ തന്നെ ന്യൂസിലൻഡുമായിട്ട് ഇന്ത്യക്ക് ഒരു UAE ആയിട്ടുണ്ട്. ന്യൂസിലൻഡുമായിട്ട് ഇപ്പം റീസെന്റ് ഇന്ത്യ ഒരു FTA സൈൻ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് FTA. അതായത് അത്രയും പെട്ടെന്നാണ് നെഗോസിയേഷൻസ് തീർത്തത്. സോ ഇന്ത്യ ഒരുപാട് FTA സൈൻ ചെയ്തൊരു കാലഘട്ടം കൂടിയാണ്. സോ അത് നോക്കുമ്പോൾ കഴിഞ്ഞ 8 FTA ഇന്ത്യ സൈൻ ചെയ്ത 8 പ്രീവിയസ് FTAs നോക്കുമ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ ട്രേഡിന്റെ 18% മാത്രമേ അതായിട്ടുള്ളൂ. 18% ഓഫ് ഇന്ത്യസ് ടോട്ടൽ ട്രേഡ് ഇൻ 2024 and 2025. സോ ഇന്ത്യ സൈൻ ചെയ്ത 8 FTA എല്ലാം കൂട്ടിയിട്ട് 18% മാത്രമേ എത്തുന്നുള്ളൂ. ബട്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സൈൻ ചെയ്ത FTA ഇറ്റ് ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ടു 12% ഓഫ് ഇന്ത്യസ് ടോട്ടൽ ട്രേഡ്. സോ 8 FTA എല്ലാം കൂടെ കൂട്ടിയിട്ട് 16%, not 18%, 16% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ദ സിംഗിൾ FTA വിത്ത് യൂറോപ്യൻ യൂണിയൻ ഇസ് സെഡ് ടു ബി അക്കൗണ്ടിങ് ഫോർ 12% ഓഫ് ഇന്ത്യസ് ഗ്ലോബൽ ട്രേഡ്. സോ അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ദ ഹ്യൂമങ്കസ് വോളിയം ദാറ്റ് ദിസ് ട്രേഡ് ഈസ് ഗോയിങ് ടു ബി പ്രോമിസിങ്. ഇനി ഇതിൽ ഇന്ത്യയുടെ നെഗോസിയേഷൻ സ്കില്ല് തന്നെയാണ് കാണിച്ചു തരുന്നത്. ബിക്കോസ് നമുക്കറിയാം FTA സൈൻ ചെയ്യും, അതും യൂറോപ്യൻ യൂണിയൻ പോലത്തെ അത്രയും മെച്ചുവർ ആയിട്ടുള്ള എക്കണോമീസ് ഉള്ള ഒരു ബ്ലോക്കുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്യുമ്പോൾ പ്രശ്നം ഇന്ത്യയുടെ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ അഫക്റ്റ് ചെയ്തേക്കാം. ബിക്കോസ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ അത്ര ഡെവലപ്ഡ് അല്ല, അത്ര ടെക് അഡോപ്റ്റ് ചെയ്തൊരു അഗ്രികൾച്ചർ സിസ്റ്റം അല്ല, ഒരുപാട് ഇൻഎഫിഷ്യൻസീസ് ഉണ്ട്. സോ യൂറോപ്യൻ യൂണിയൻ സൈൻ ചെയ്യുമ്പോൾ അഗ്രികൾച്ചറെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള വലിയ റിസ്ക് ആണ്. സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് 20 വർഷത്തോളം 2 ഡിക്കേഡ് എടുത്ത് ഇതൊന്ന് ഫൈനലൈസ് ചെയ്യാൻ അല്ലേ. സോ ഓൾസോ ഓട്ടോമൊബൈൽ സെക്ടറും ഒരു വലിയ ഫ്ലാഷ് പോയിന്റ് ആയിരുന്നു. ബട്ട് സർപ്രൈസിംഗ്ലി ഇന്ത്യ ഇതിനെല്ലാം സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. എസ്പെഷ്യലി അഗ്രികൾച്ചറിനെ ടോട്ടലി സേവ് ചെയ്തു. ഇതിന്റെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് നിന്ന് അഗ്രികൾച്ചറിനെ സേവ് ചെയ്തു. ഓൾസോ ഓട്ടോമൊബൈൽ സെക്ടറിനെ സേവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ഒരു ബൂമിംഗ് ഓട്ടോമൊബൈൽ സെക്ടർ ഉണ്ട്. അതിനെ സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? കോട്ട ബേസ്ഡ് സിസ്റ്റം ഇൻവോക്ക് ചെയ്തു. കോട്ട ബേസ്ഡ് സിസ്റ്റം. ഓൾസോ വൈൻ ഇന്ത്യ ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് വൈൻ മാർക്കറ്റ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് യൂറോപ്യൻ യൂണിയൻ വളരെ മെച്ചുവർ എക്കോണമി ആയിട്ട് സൈൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ അഫക്ട് ഡംപിങ്ങിന് വഴി ഒരുക്കിയേക്കാം. അത് അഫക്ട് ഇന്ത്യസ് പ്രൈസസ്, റൈറ്റ്? സോ അതിന് ഇന്ത്യ കോട്ട ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് എഗ്രി ചെയ്തിരിക്കുകയാണ്. കോട്ട ബേസ്ഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ലിബറലൈസ് ചെയ്യാതെ ഒരു നിശ്ചിത അളവിൽ ഞങ്ങൾ FTA ഫോർ എക്സാമ്പിൾ ഒരു 1 lakh കാർ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു യൂറോപ്യൻ കാർ കമ്പനി സപ്പോസ് എ എന്ന് പറഞ്ഞ യൂറോപ്യൻ കമ്പനിയുടെ 1 lakh പീസസ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം ഫോർ 0% തരീഫ്. ബിയോണ്ട് ദാറ്റ് ഞങ്ങൾ ഒരു സ്ലൈറ്റ് ഹയർ തരീഫ് വയ്ക്കും, അതിന്റെ മുകളിൽ ഹയർ ടാക്സ് ആയിരിക്കും. ഇനി അതും ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ഇത്ര ടൈം ലൈനുള്ളിൽ സപ്പോസ് ഒരു 20 year കൊണ്ട് ഞങ്ങൾ ഇത് ഗ്രാജുവലി കുറച്ചോളാം. സോ ഇറ്റ് ഈസ് കോൾഡ് കോട്ട ബേസ്ഡ് സിസ്റ്റം. സോ അതൊരു മിഡിൽ പാത്ത് ആണ്. സോ കോട്ട ബേസ്ഡ് സിസ്റ്റം ഹൈലി സക്സസ്ഫുൾ ആയിട്ട് 2 രാജ്യങ്ങളും 2 പേർക്കും നേട്ടം കിട്ടുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഇസ് എ ക്വിഡ് പ്രോക്കോ സിറ്റുവേഷൻ. 2 പേർക്കും ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ കോട്ട ബേസ്ഡ് സിസ്റ്റം മറക്കരുത്. ബട്ട് ഇതിലൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം നമുക്കറിയാം ടു പ്രിവെന്റ് കാർബൺ ലീക്കേജ് അല്ലേ. സോ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വഴി ഇന്ത്യക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഫുള്ളി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ഫുള്ളി സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യനെ മാത്രം അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് ടോട്ടൽ വേൾഡിലെ എല്ലാ രാജ്യങ്ങളും ഈക്വലി അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അവിടെയും ഇന്ത്യ ഒരു അഡ്വാൻസ്മെന്റ് നടത്തി. ബിക്കോസ് ഇനി യൂറോപ്യൻ യൂണിയൻ ഒരു ഡെവലപ്പിംഗ് എക്കണോമീസിനൊക്കെ ലിബറലൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ CBAM കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, അതായത് കാർബൺ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂറോപ്യൻ യൂണിയനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിലുള്ള അഡീഷണൽ താരിഫാണ് CBAM. ഇറ്റ്സ് എ നോൺ താരിഫ് ബാരിയർ, റൈറ്റ്? ഓക്കെ. സോ CBAM അതാണ്. സോ CBAMൽ ഇന്ത്യനെ അഫക്ട് ചെയ്യുന്ന സിമെന്റ് സെക്ടർ, ടയർ ഇൻഡസ്ട്രി, ഇത്തരം സ്ട്രക്ചേഴ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇന്ത്യക്ക് പറ്റിയിട്ടില്ല ഫുൾ ആയിട്ട്. ബട്ട് ഡെവലപ്പിംഗ് എക്കണോമീസിനെ യൂറോപ്യൻ യൂണിയൻ എന്തെങ്കിലും ലിബറലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇന്ത്യക്കും അപ്ലൈ ചെയ്യും എന്ന് ഇന്ത്യ ഇതിൽ സെക്യൂർ ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത ഒരു ട്രേഡ് ഡീൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് കോൾഡ് പ്രാഗ്മാറ്റിക് മീൻസ് പ്രാക്ടിക്കൽ. സോ പ്രാക്ടിക്കൽ ആയിട്ട് വളരെ ടൈംലി ദ നീഡ് ഓഫ് ദ അവർ ആണ് ഇന്ത്യ സെർവ് ചെയ്തിട്ടുള്ളത്. 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് FTA സൈൻ ചെയ്യുന്നത്. ആൻഡ് ദ ടൈം ഈസ് വെരി ക്രൂഷ്യൽ വെൻ ദ വേൾഡ് ഈസ് മൂവിംഗ് ടു an erosion of trust and rapid tariff war is happening. So അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ. And an important update in the international relations, that is India holds security dialogue with Saudi Arabia. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നമ്മൾ കണ്ടു, കഴിഞ്ഞ ന്യൂസ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇന്ത്യ UAE ഒരു സ്ട്രാറ്റജിക് എഗ്രിമെന്റ്, സ്ട്രാറ്റജിക് ഇന്റന്റ്, ലെറ്റർ ഓഫ് ഇന്റന്റ് ഫോർ സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ണർഷിപ്പ് വിത്ത് UAE. ഇന്ത്യ എന്ത് ചെയ്തു, UAEയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഇന്ത്യ എന്ത് ചെയ്തു, ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് സൈൻ ചെയ്തു. റെക്കോർഡ് വേഗത്തിലാണ് ആ ചർച്ചകളെല്ലാം കഴിഞ്ഞത്. ആൻഡ് അത് ഒരു വലിയ സ്ട്രാറ്റജിക് റീഅലൈൻമെന്റിലേക്ക് തന്നെയാണ് നയിച്ചിരുന്നത്. ബിക്കോസ് നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ദാറ്റ് ഈസ് യമനെ ചുറ്റിപ്പറ്റി ഇവിടുത്തെ രണ്ട് സുന്നി മേജർ പവേഴ്സ്, ദാറ്റ് ഈസ് സൗദി അറേബ്യ ആൻഡ് UAE, രണ്ടും രണ്ട് തട്ടിലാണ് റിഗാർഡിങ് യമനിൽ സൗദി ബാക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആൻഡ് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഷിയ ക്രസന്റും കാര്യങ്ങളും അവിടെ ഒരുപാട് സെപ്പറേറ്റിസ്റ്റ് ടെൻഡൻസീസ് ഉണ്ട്. സോ UAE എന്ത് ചെയ്തു, സൗദിയുടെ ഇൻട്രസ്റ്റിനെതിരെ ഈവൻ സൗദി ബാക്ക് ചെയ്യുന്ന യമനീസ് ഗവൺമെന്റിന്റെ പല പ്രോപ്പർട്ടീസും ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലേക്ക് UAE ആക്ഷൻ ചെയ്യുകയും രണ്ട് സുന്നി പവേഴ്സും ഓപ്പോസിറ്റ് ചേരിയിലേക്ക് എത്തുകയും അൾട്ടിമേറ്റ്ലി അതൊരു വലിയ സ്റ്റാൻഡ് ഓഫിലേക്ക് എത്തുകയും ഇഷ്യൂലേക്ക് നയിക്കുകയും ചെയ്തു. ആൻഡ് ദിസ് ഈസ് ഷോയിങ് ഇറോഷൻ ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ ടു ഹിസ്റ്റോറിക്കലി ക്ലോസ് entities, that is Sunni powers of Saudi Arabia and UAE. And ഇവിടെ മാത്രമല്ല, യമന്റെ ഇഷ്യൂല് മാത്രമല്ല, ആഫ്രിക്കയിൽ ലിബിയയിലെ ഇഷ്യൂ ആണെങ്കിലും, സൊമാലിലാൻഡിലെ ഇഷ്യൂ ആണെങ്കിലും, സുഡാനിലെ ഇഷ്യൂ ആണെങ്കിലും, ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ ഇസ്രായേലിലെ ഇഷ്യൂ ആണെങ്കിൽ പോലും സൗദിയും UAEയും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ദേ ആർ ഇൻ ടു ഡിഫറെന്റ് ഡയറക്ഷൻസ്. സോ സൗദി UAE ടെൻഷൻ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. സോ വാട്ട് വി ആർ സീയിങ് ഇസ് എ സ്ട്രാറ്റജിക് റീഅലൈൻമെന്റ് ഇൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇന്ത്യ ഈസ് ഓൾസോ ഇൻവോൾവ്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഇന്ത്യ UAE ആയിട്ട് ഇത്ര മിന്നൽ വേഗത്തിൽ ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ്, അതും സെക്യൂരിറ്റി ടേംസിൽ സൈൻ ചെയ്യാനുള്ള കാരണം സൗദി അറേബ്യ എന്ത് ചെയ്തു, കാരണം എന്ന് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ദ ഗവൺമെന്റ് ഹാസ് നോട്ട് റിവീൽ ദാറ്റ്. ഗവൺമെന്റ് സെഡ് പ്യൂർലി ഇത് ഹിസ്റ്റോറിക്കലി UAE ആയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എൻഹാൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, ബട്ട് ദ കോണ്ടെക്സ്റ്റ് ആസ് ദാറ്റ് ആർട്ടിക്കിൾ സെഡ് സൗദി അറേബ്യ എന്ത് ചെയ്തു, പാകിസ്ഥാനുമായിട്ട് ഒരു SMDA സൈൻ ചെയ്തു, സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെന്റ്. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെന്റ്, അതായത് രണ്ട് നാറ്റോയുടെ ലൈൻസിൽ, അതായത് പാകിസ്ഥാൻ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ സൗദി വിൽ ബി ഇൻവോൾവിംഗ്, സൗദിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ പാകിസ്ഥാൻ വിൽ ബി ഇൻവോൾവിംഗ്. ദിസ് ഈസ് ദ SMDA. സോ സൗദി ഇങ്ങനെ പാകിസ്ഥാനുമായിട്ട് സൈൻ ചെയ്ത സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് മെസ്സേജ് ഫോർ ഇന്ത്യ, റൈറ്റ്? സോ ആൻഡ് ഓൾസോ എന്താണ്, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പവറും കൂടിയാണ്. സോ UAE എന്ത് ചെയ്തു, UAE ഇൻ ദ മീൻ വൈൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയായിട്ട് സെക്യൂരിറ്റി മെഷേഴ്സ് സൈൻ ചെയ്തു. സോ ഒരു ന്യൂ അലൈൻമെന്റ് നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. UAE is aligning with India. ബട്ട് എന്ത് ചെയ്തു, ഇന്ത്യ UAE ഇങ്ങനെ ഒരു സൈൻ ചെയ്തത്, ദിസ് ഹസ് മെയ്ഡ് സൗദി to think differently. സൗദി എന്ത് ചെയ്തു, സൗദി is ready to talk with India and ഒരു സെക്യൂരിറ്റി എഗ്രിമെന്റ്, ഇന്ത്യ ഹോൾ സെക്യൂരിറ്റി ഡയലോഗിലേക്കാണ് എത്തിയിട്ടുള്ളത്. മേ ബി ഒരു സെക്യൂരിറ്റി എഗ്രിമെന്റ് എത്തിയേക്കാം, അല്ലെങ്കിൽ ഉള്ള സെക്യൂരിറ്റി എഗ്രിമെന്റ് എൻഹാൻസ് ചെയ്യാം. ആൻഡ് സൗദി ഇന്ത്യ ഹാസ് ഗുഡ് റിലേഷൻസ്, റൈറ്റ്? ഓക്കെ. And one of the key important highlight is that counter terrorism. അതായത് സൗദി അറേബ്യ ഈ ഡയലോഗിൽ ടെററിസത്തിനെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പഹൽഗാമിനെ കുറിച്ച് മെൻഷൻ ഉണ്ടായിരുന്നു, റെഡ് ഫോർട്ടിൽ നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് മെൻഷൻ ഉണ്ടായിരുന്നു. സോ ഇന്ത്യ ഹാസ് സെക്യൂർഡ് എ ഗുഡ് ഡയലോഗ് വിത്ത് സൗദി അറേബ്യ ആൻഡ് ദ context is important after this is happening after India signed a letter of intent between India UAE. Okay, so that is the important update. Okay, then just ഒരു മെയിൻസ് അല്ലെങ്കിൽ പ്രിലിംസ് അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്, ഗവൺമെന്റ് സ്ട്രീം ലൈൻസ് പ്രോസസ് ടു ഗെറ്റ് ഗ്രീൻ കൺസെന്റ്.
സി നമുക്കറിയാം ബിസിനസ്സുകളൊക്കെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതായത് ഈ പേപ്പർ വർക്കുകൾ, ലൈസൻസ്, അതേപോലെ എൻവയോൺമെന്റൽ കമ്മിറ്റ്മെന്റ്സ് ഇതെല്ലാം പ്രോപ്പറായിട്ട് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഓഫീസിൽ നിന്ന് കിട്ടേണ്ട എഗ്രിമെന്റ്, ഓഫീസിൽ കിട്ടേണ്ട ലൈസൻസ് ഒക്കെ വേഗം കിട്ടണം ടു എൻഹാൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടെങ്കിലേ കമ്പനികൾ ഇവിടെ ബിസിനസ് ചെയ്യുള്ളൂ, അതുവഴി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആൻഡ് റിമെമ്പർ ദ ടേം എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് എപ്പോഴും നല്ലതാണോ? ബിക്കോസ് എൻവയോൺമെന്റ് കോസ്റ്റ് ചെയ്തിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിൽ നല്ലതല്ല. ദാറ്റ് ഈസ് വൈ നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് എൻവയോൺമെന്റൽ കമ്മിറ്റ്മെന്റ്സ് ഇല്ല, CSR ആക്ടിവിറ്റീസ്, എയർ ആക്ട്, വാട്ടർ ആക്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആക്ടുകളുണ്ട്. സോ കമ്പനികൾ ഈ ആക്ടിലൊക്കെ പറഞ്ഞ സ്റ്റാൻഡേർഡ്സിനോട് കമ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പല ആക്ടുകളും പല രീതിയിലേക്ക് നമ്മൾ ലൈസൻസ് വാങ്ങുന്നത് ഇറ്റ് വിൽ ക്രിയേറ്റ് കോംപ്ലക്സിറ്റി, റൈറ്റ്? സോ എന്ത് ചെയ്തു? എൻവയോൺമെന്റ് മിനിസ്ട്രി എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സിംഗിൾ ക്ലിയറൻസ് സിസ്റ്റം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഇന്റഗ്രേറ്റഡ് കൺസെന്റ് വിൽ പെർപെറ്റുവലി റെഡ്യൂസ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ആൻഡ് ഷോർട്ടൻ ടൈം ലൈൻസ് ഫോർ അപ്രൂവൽസ്. സോ എൻവയോൺമെന്റൽ കമ്മിറ്റ്മെന്റ്സ് ഡയലൂട്ട് ചെയ്യാതെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബൈ എൻഹാൻസിംഗ് ദ പ്രോസസ്, അതേ പുറമെ അത് പ്രോസസ് എൻഹാൻസ് ചെയ്യുക, സ്ട്രീംലൈൻ ചെയ്യുക, അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആവും, കംപ്ലയൻസ് കൂടും, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസും എൻഹാൻസ് ചെയ്യും. സോ ഇതിന് വേണ്ടിയിട്ട് എന്താണ്? ഒരു വട്ടം കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പീരിയോഡിക്കലി റിവൈസ് ചെയ്യണമായിരുന്നു. സോ പീരിയോഡിക്കലി റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിയുടെ ലൈസൻസ് പോകും. സോ അതിന് മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യുക? ഒരു വട്ടം കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വാലിഡ് അൺടിൽ ഇറ്റ് ഈസ് ക്യാൻസൽ, അല്ലാതെ ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ പോകില്ല. ആൻഡ് ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ അതോറിറ്റി ടു കണ്ടക്ട് പീരിയോഡിക് റിവ്യൂ, റൈറ്റ്? സോ അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിസ്കഷൻ. സോ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്.